ദൈവത്തിൻ്റെ വലിയ കരുണ നമ്മുടെ മേലുണ്ട്. അതുകൊണ്ട് കർത്താവ് ഒരു പുതിയ പ്രഭാതം നമുക്ക് നൽകി അനുദപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വിശുദ്ധിയിലായിരിക്കുവാനും പ്രസാദപരത്തിലായിരിക്കുവാനും ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് കൽപ്പിച്ച് അനുവദിച്ചു. ഇന്നലത്തെ ദിവസത്തിൽ ദൈവം നമ്മളോട് സംസാരിച്ച വചനം, ഇന്ന് ദൈവം നമ്മളോട് സംസാരിക്കാൻ ഇരിക്കുന്ന വചനം നമ്മളിൽ മാംസം ധരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മളിൽ മാംസം ധരിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് പാറപ്പുറത്ത് വിതച്ച വിത്ത് പോലെയായി പോകും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മിൽ മാംസം ധരിക്കണം. കേൾക്കുന്ന വചനം കേട്ട് നമ്മളിൽ നിന്ന് വിട്ടുപോകരുത്. കേൾക്കുന്നത് ഹൃദിസ്ഥമാക്കാനാണ്, കേൾക്കുന്നത് കേട്ട് ആസ്വദിക്കാനല്ല. അതുകൊണ്ട് കേട്ട വചനം മനസ്സിൽ മാംസം ധരിക്കണം, രോഗപീഠകളിൽ മാംസം ധരിക്കണം. അതിന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് നമ്മൾക്ക് ദൈവത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിച്ചത്തെ ഒരു ശുശ്രൂഷയിലേക്ക് നമുക്ക് കടക്കാം. പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനായിട്ട് നമ്മിലുള്ള ഏറ്റവും വലിയ തടസ്സമാണ് വെറുപ്പ്. കർത്താവിൻ്റെ കരുണ നമ്മുടെ മേൽ കടന്നു വരുന്നതിന് തടസ്സം നിൽക്കുന്ന ഏക ഘടകമാണ് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, അതായത് വെറുപ്പെന്ന് പറയുന്ന മേഖല. പരിശുദ്ധമ്മയിൽ ഇല്ലാത്തത് അത് തന്നെയാണ്. പരിശുദ്ധമ്മ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന നമ്മളിൽ എന്തെല്ലാം ദുർഗുണങ്ങളുണ്ടോ അതിൻ്റെ നേർവിപരീതമായ പുണ്യങ്ങളും ഗുണങ്ങളുമുള്ള ഏക ആശ്രയമാണ് പരിശുദ്ധ കന്യകാമറിയം. ബാക്കിയുള്ള വിശുദ്ധരെ, ബാക്കിയുള്ള എന്ത് സഭയിലുള്ള നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഏത് വിശുദ്ധരെ എടുത്താലും അവരുടെ ഈ ലോക ജീവിത കാലഘട്ടത്തിൽ അവരും ഒരു പക്ഷേ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി. അവരുടെ ത്യാഗപൂർണമായ ജീവിതം കൊണ്ട് അവർ വിശുദ്ധീകരിക്കപ്പെട്ട അൾത്താര വണക്കത്തിന് യോഗ്യരായിട്ടുള്ള വിശുദ്ധരായിട്ട് അവർ മാറ്റപ്പെട്ടെങ്കിലും പരിശുദ്ധ കന്യകാമറിയത്തെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഉത്ഭവം മുതൽക്ക് സ്വർഗാരോപണം വരെ അവൾ പരിശുദ്ധയായിരുന്നു. ഉത്ഭവം മുതൽക്ക്, ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ഉത്ഭവം മുതൽക്ക് സ്വർഗാരോപണം വരെ അവൾ പരിശുദ്ധയാണ്. അതുകൊണ്ട് അവളിൽ പാപലേശം എശിയിട്ടില്ല. പരിശുദ്ധ അമ്മയിൽ പാപ അവസ്ഥകൾ നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പം ഞാനോ നിങ്ങളോ ഈ ഒരു പാപ അവസ്ഥയിൽ ജന്മപാപത്തോടുകൂടെ ജനിച്ച് പാപാവസ്ഥയിൽ കുറേ നാൾ ജീവിച്ച് പെട്ടെന്നൊരു ദൈവാനുഭവം നമുക്ക് ദൈവത്തിൻ്റെ കരുണയാൽ ലഭിച്ച് പാപത്തെ ഉപേക്ഷിച്ച് പാപ സാഹചര്യങ്ങളിൽ നിന്ന് മാറി വിശുദ്ധ ജീവിതം നയിച്ചാലും പഴയ പാപം അത് നമ്മളിൽ തന്നെ കിടക്കുന്നുണ്ട്. ഈ പഴയ പാപം നമ്മളിൽ കിടക്കുമ്പോൾ ഈ വിശുദ്ധ ജീവിതം നയിക്കുന്ന കാലഘട്ടത്തിലും ഈ പഴയ പാപത്തിൻ്റെ അവസ്ഥ നമ്മിൽ തല പൊക്കാനിടവരും. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, ഏത് പ്രാർത്ഥനയുടെ ഏത് അവസ്ഥയിലേക്ക് നമ്മൾ ഉയർന്നാലും അഹങ്കരിക്കാൻ എന്നെ നിങ്ങളെ സംബന്ധിച്ച് ഒന്നും തന്നെയില്ല. ദൈവം മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള കൃപ നമുക്ക് തന്നാൽ പോലും അഹങ്കരിക്കാൻ നമുക്കൊന്നുമില്ല. കാരണം ഈ ഒരു കൃപയിലേക്ക് നമ്മൾ വരുന്നതിന് മുൻപുള്ള പഴയ പാപത്തിൻ്റെ അവസ്ഥയുണ്ട്. ഈ പഴയ പാപത്തിൻ്റെ അവസ്ഥ, അതിൻ്റെ വേര് എന്നിൽ നിലനിൽക്കുന്നിടത്തോളം കാലം എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ തടസ്സപ്പെടുത്തുവാൻ തരത്തിൽ എന്നിൽ സ്വാധീനം ചെലുത്തുവാൻ ഈ പഴയ പാപത്തിന് പറ്റും. പ്രിയമുള്ളവരെ, നമുക്കൊരു വെറുപ്പ്, ദേഷ്യം തോന്നിയാൽ നിങ്ങൾ ചെന്ന് മാപ്പ് പറയണം എന്ന് ഞാൻ പറയില്ല. അതൊരുപക്ഷെ നമ്മളുടെ അഭിമാനത്തിനൊരു മോശം വരുത്തുന്നതായിട്ട് നമുക്ക് തോന്നാം. ദൈവത്തിന് തോന്നില്ല, പക്ഷെ നമുക്ക് അങ്ങനെ ചിന്ത വരും. അതുകൊണ്ട് നിങ്ങൾ മാപ്പ് പറയണ്ട, പകരം ആ വ്യക്തിയെ സ്നേഹിച്ചാൽ മതി. എളുപ്പമാണ്. ആ വ്യക്തിയെ സ്നേഹിക്കുക, മാപ്പ് പറയണ്ട. നിങ്ങളോട് മോശം പെരുമാറ്റം ചെയ്ത വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും അങ്ങനെ പെരുമാറി പിന്നീട് അത് വലിയൊരു വഴക്കിലേക്കോ മറ്റോ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെന്ന് മാപ്പ് പറയേണ്ട, പകരം ആ വ്യക്തിയെ സ്നേഹിച്ചാൽ മതി. ആ വ്യക്തിയെ സ്നേഹിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. സ്നേഹം കൊടുക്കുന്നിടത്ത് പരിഭവങ്ങളില്ല പ്രിയപ്പെട്ടവരെ. സ്നേഹം ഉണ്ടെങ്കിൽ പരിഭവങ്ങളില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ വെറുപ്പ് രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ സ്നേഹിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന ഈ സമയം. നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ, നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ പാപ അവസ്ഥയുമായിട്ട് ചേർന്ന് ഒരുമിച്ച് നിങ്ങളിൽ സഹവസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ അത് ബാധിക്കും.
നമ്മുടെ പാപം നമ്മൾ ചെയ്തതാണ്, ബോധപൂർവം ചെയ്തതാണ് എല്ലാ പാപങ്ങളും. അറിഞ്ഞോ അറിയാതെയോ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ പാപങ്ങളും നമ്മൾ അറിഞ്ഞു തന്നെയാണ് ചെയ്തത്. അറിയാതെ പാപം ചെയ്യാൻ നമ്മൾ മണ്ടന്മാരൊന്നുമില്ല. അറിഞ്ഞു തന്നെയാണ് എല്ലാ പാപവും ചെയ്തേക്കുന്നത്. നല്ല വ്യക്തമായിട്ടുള്ള ബോധ്യത്തോടുകൂടി തന്നെ ചെയ്ത പാപമാണ് എല്ലാം. അപ്പോൾ ആ പാപം നമ്മൾ ബോധപൂർവം ചെയ്തു. ഈ പാപാവസ്ഥയിൽ ഇരിക്കുമ്പോൾ പിന്നീട് അങ്ങോട്ട് എനിക്ക് ദൈവം തന്ന ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും ഞാൻ അതിനകത്ത് വിഷം കലർത്തും. അതായത് കള്ളത്തരം കാണിക്കും. ദൈവം കാണിച്ചത് വിശ്വസ്തത പുലർത്തേണ്ടിടത്തൊന്നും വിശ്വസ്തത പുലർത്തില്ല. ഉത്തരവാദിത്വങ്ങളെ മറക്കും. എൻ്റേതായിട്ടുള്ളതിൽ ഞാൻ എപ്പോഴും സ്വാർത്ഥ താല്പര്യങ്ങൾ, അതായത് ദൈവത്തിൻ്റെയോട് പ്രാർത്ഥിക്കുന്നതിൽ പോലും എനിക്ക് സൗകര്യം കിട്ടിയാൽ ഞാൻ പ്രാർത്ഥിക്കും, എനിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കും. ദൈവം എന്നോട് പറയുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കില്ല, എഴുന്നേക്കില്ല, ഉപവസിക്കില്ല, ഒന്നും ചെയ്യില്ല. എനിക്ക് പറ്റിയാൽ ദൈവത്തിൻ്റെ ഭാഗ്യം പോലെ ഇരിക്കും ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മുടെ പ്രാർത്ഥനയിൽ പോലും നമ്മൾ വിഷം കലർത്തുന്ന പ്രവൃത്തികളിൽ, ഉത്തരവാദിത്വങ്ങളിൽ വിഷം കലർത്തുമ്പോൾ ഈ വിഷം എൻ്റെ പഴയ പാപവുമായിട്ട് കൂടിക്കലർന്ന് എന്നിൽ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ, പ്രിയമുള്ള ദൈവജനമേ, ഈ നിലനിൽക്കുന്ന അവസ്ഥ ഞാൻ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ പ്രാർത്ഥനയെ തച്ചുടയ്ക്കാൻ അത് കാരണമാകും. പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നഷ്ടങ്ങൾ ആരംഭിക്കും. ശ്രദ്ധിച്ചോ നിങ്ങൾ? പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ജീവിതത്തിൽ നഷ്ടങ്ങൾ തുടങ്ങും, ബാധ്യതകൾ കൂടും, കുടുംബത്തിൽ അസ്വസ്ഥതകൾ പെരുകും, പിന്നീട് നമുക്ക് കണ്ണുനീരൊഴിയാത്തൊരവസ്ഥ. എന്നിട്ട് നമ്മൾ പറയും പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് തന്ന സഹനങ്ങളാണെന്ന്. അല്ല, പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് തരുന്ന സഹനങ്ങൾ ഇത്തരത്തിലല്ല. ഇത് എൻ്റെ പഴയ പാപം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ വരുത്തി വെച്ച വിനയാണത്. അതല്ലാതെ ദൈവം തന്ന സഹനമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന സകല ദുരിതങ്ങളും കർത്താവിൻ്റെ തലയിൽ കെട്ടിവെക്കരുത് നമ്മൾ. അതിൽ എൻ്റേതായിട്ടുള്ള ഒരു പങ്കുണ്ട്. ഞാൻ ചെയ്ത എൻ്റെ ജീവിതത്തിൽ വരുത്തി വെച്ച പാപങ്ങൾ ഞാൻ തന്നെയാണ് അതിന് കാരണം. അതല്ലാതെ ദൈവം എനിക്ക് അനുവദിച്ച സഹനമല്ല അത്. പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന വ്യക്തിയും അവൻ്റെ പ്രാർത്ഥനയുടെ തലമനുസരിച്ച് കർത്താവ് അവന് കൊടുക്കുന്നത് കൃപയാണ്, അഭിഷേകമാണ്. അത് ആത്മാക്കളെ നേടുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കർത്താവ് ആ വ്യക്തിയെ കൊണ്ട് ചെന്ന് നിർത്തും, ഒരു സംശയമില്ല. പക്ഷേ നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്, ഇത് ദൈവം അനുവദിച്ച സഹനമാണ്. അല്ല, പഴയ പാപം അതിൻ്റെ അവസ്ഥയിൽ നിന്ന് പുറത്തു വരണം പ്രിയപ്പെട്ടവരെ. പഴയ പാപ ജീവിത അവസ്ഥകളിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ പുറത്ത് വന്നില്ലെങ്കിൽ അത് നമ്മളെ മുച്ചോട് മുടിപ്പിക്കുകയാണ്. നമ്മളെ പിന്നെ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പറ്റാത്ത രീതിയിൽ തമ്പുരാൻ്റെ മുന്നിൽ മുട്ടുകുത്താൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുപോയി തകർക്കും. ഇങ്ങനെയുള്ള അവസരത്തിലാണ് ഈ മരിയൻ ധ്യാനത്തിൻ്റെ ആവശ്യകത, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ അഭിഷേകത്തിൽ ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകത. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അഭിഷേകത്തിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത, എൻ്റെ കുറവുകളിൽ എൻ്റെ അമ്മ എനിക്ക് ആശ്രയമായി മാറും. എൻ്റെ കുറവുകളിൽ എൻ്റെ അമ്മ എനിക്ക് ആശ്രയമായി മാറും. ഇന്ന് നല്ല പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ ഇന്ന് ഞാൻ ബോധപൂർവ്വം ഒരു പാപം ചെയ്യാം, ഇപ്പോൾ. അപ്പോൾ ഈ സമയത്ത് ഞാൻ ബോധപൂർവ്വം പാപം ചെയ്ത് ഞാൻ വീണുപോയി, ഞാൻ പെട്ടുപോയി, ഞാൻ മറ്റ് വിശ്വാസങ്ങളുടെ പുറകെ പോയി, ഞാൻ വ്യഭിചാരം ചെയ്തു, ഞാൻ അപ്പനെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ ഭാര്യയെ ഉപദ്രവിച്ചു. ഇങ്ങനെ ബോധപൂർവ്വം ഞാനൊരു മാരക പാപത്തിലേക്ക് ഞാൻ പോവാം. ഈ മാരക പാപത്തിലേക്ക് ഞാൻ പോയാലും പ്രിയമുള്ളവരെ, ആ പാപം ചെയ്തു എന്നുള്ള കുറ്റപ്പെടുത്തൽ നിങ്ങളുടെ ജീവിതത്തെ ഭരിക്കുന്നതിന് മുൻപ് നിങ്ങൾ അമ്മയിൽ ആശ്രയത്വം വെക്കണം. അമ്മയിൽ ആശ്രയത്വം വെക്കണം. പ്രത്യേകിച്ച് മുൻകോപം, മുൻശുണ്ടിയുള്ള വ്യക്തികൾ, അവർ എത്ര പ്രാർത്ഥിച്ചാലും അവരിൽ പാപം കടന്നു വരുന്നത് അവർ പോലും അറിയില്ല. മുൻകോപമുണ്ടോ, അവരിൽ പാപം അവർ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവരെ ഭരിക്കും. അവസാനം ഒരു വ്യാകുലപ്പെട്ട് കരഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളിക്കുക, ചെയ്തു പോയല്ലോ എന്ന്. ചെയ്യുമ്പോൾ ഓർക്കില്ല. അങ്ങനെയുള്ളവരിൽ പോലും പ്രിയമുള്ള ദൈവജനമേ, ചെയ്ത പാപം ചെയ്തു പോയ ഉടനെ നിങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഏക സങ്കേതമാണ് പരിശുദ്ധ കന്യക മറിയം. ഹല്ലേലൂയ. അമ്മ കൈവിടില്ല, അമ്മ തള്ളിക്കളയില്ല. എത്ര പാപത്തിൻ്റെ പടുകുഴിയിൽ വീണു പോയാലും അമ്മയുണ്ടോ പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ മുന്നിൽ നിന്നെ എത്തിക്കാൻ അവൾക്ക് പറ്റും. അതുകൊണ്ട് ആണ് പരിശുദ്ധ അമ്മ വഴി തന്നെ ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് ഞാൻ പറയാൻ കാരണം. ഇപ്പം പരിശുദ്ധ അമ്മയെ കൂടാതെ എനിക്ക് എൻ്റെ ഈശോയെ വിളിക്കാം, ഒരു വിശുദ്ധരും ഇല്ലാതെ എനിക്ക് എൻ്റെ ഈശോയെ വിളിക്കാം. പക്ഷേ
എൻ്റെ ഈശോയെ ഞാൻ വിളിക്കുമ്പോൾ ഈശോയിൽ നിന്നൊഴുകുന്ന കരുണയോടൊപ്പം കർത്താവിൻ്റെ നീതിയുടെ മുഖം കൂടെയുണ്ട് ഈശോയ്ക്ക്. ഈശോയുടെ നീതിയുടെ മുഖം കൂടെയുണ്ട്. സാത്താൻ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഒരു ആത്മാവിന് വേണ്ടി സാത്താൻ ന്യായവാദം നടത്തുമ്പോൾ അവിടെ പാപത്തിൻ്റെ തലം എന്നിൽ കൂടുകയാണ്, പാപത്തിൻ്റെ തട്ട് താണു നിൽക്കുകയാണ്, ദൈവത്തിൻ്റെ തട്ട് പൊങ്ങി നിൽക്കുക. എന്നിൽ കൂടുതൽ പാപമാണ്. ആ പാപ അവസ്ഥ എന്നിലുണ്ടെങ്കിൽ സാത്താന് ദൈവത്തിൻ്റെ മുന്നിൽ ഈ ആത്മാവിന് വേണ്ടി വാദിക്കാൻ പറ്റും. കാരണം അവനിപ്പോൾ എൻ്റെ വശത്താണ്, നിൻ്റെ നന്മകൾ അവനിൽ എൻ്റെ പാപത്തേക്കാൾ കുറവാണ് എന്ന് സാത്താന് ദൈവത്തിന് മുമ്പിൽ വാദിക്കാൻ പറ്റുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണ നമ്മൾ തന്നെ തടസ്സപ്പെടുത്തും. അവിടെ ദൈവത്തിന് എന്നിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് പുറപ്പെടുന്ന കരുണയെ നമ്മൾ തന്നെ തടസ്സപ്പെടുത്തുമ്പോൾ ഈ അവസ്ഥയിൽ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഏക ആശ്രയമാണ് പരിശുദ്ധ അമ്മ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പാപം എത്ര വലുതാണെങ്കിലും അവള് അഭിഭാഷകയാണ്, അവളൊരു അഡ്വക്കേറ്റാണ്. ദൈവത്തിൻ്റെ മുൻപിൽ എനിക്ക് വേണ്ടി വാദിച്ച് കരുണ, അവിടെ നീതിയല്ല അമ്മ എനിക്ക് വേണ്ടി വാദിച്ച് നേടിത്തരുന്നത്, മറിച്ച് ദൈവസമക്ഷം എന്നെ കൊണ്ടുപോയി നിർത്തി എനിക്ക് വേണ്ടി വാദിച്ച് പാപിയായ നന്ദി കെട്ടവനായ എനിക്ക് വേണ്ടി വാദിച്ച് ദൈവ തിരുമുൻപിൽ നിന്ന് കരുണ വാങ്ങിത്തരുന്ന ഏക ആശ്രയമാണ് പരിശുദ്ധ കന്യക മറിയം. അതുകൊണ്ട് അവളിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയും നശിച്ചു പോകില്ല, ഉറപ്പാത്. അവളിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി, ഒരു മക്കളും അവളുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടതൊന്നും സാത്താന് തൊടാൻ പറ്റില്ല. നമ്മുടെ കുറവുകൾ ഓർത്ത് ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ പാപിയാണെന്നുള്ള കുറ്റബോധത്തിലിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഈശോ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് എൻ്റെ അമ്മയിൽ ആശ്രയിക്കാൻ. പരിശുദ്ധ അമ്മ വഴി ആ പറയുന്ന കുറ്റബോധത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് അമ്മ നമ്മെ മോചിപ്പിക്കും. ജപമാല നമ്മൾ കയ്യിൽ നിന്ന് മാറ്റാതിരുന്നാൽ മതി. ജപമാല പ്രാർത്ഥനയിലൂടെ അമ്മയിൽ ആശ്രയിച്ചാൽ മതി. അമ്മയുടെ ദിവസങ്ങൾ നിങ്ങൾ ഭക്തിപൂർവ്വം ആചരിച്ചാൽ മതി. അമ്മയുടെ വണക്കമാസം നിങ്ങൾ ഭക്തിയോടെ ചെല്ലുക. നമ്മൾ സാധാരണക്കാരാ, ഒത്തിരി വലിയ പ്രാർത്ഥനകളിലേക്കൊന്നും പോകണമെന്ന് പറയുന്നില്ല, മറിച്ച് അമ്മയുടെ ദിവസം നിങ്ങൾ വിശുദ്ധമായിട്ട് ആചരിക്കുക. ശനിയാഴ്ച ദിവസങ്ങൾ വിശുദ്ധമായിട്ട് ആചരിക്കുക. നിങ്ങൾ അമ്മയുടെ പ്രവൃത്തികളെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അമ്മയുടെ പ്രാർത്ഥനകൾ നിങ്ങൾ കൂടുതൽ യേശുവിലേക്ക് അടുക്കാൻ, കൂടുതൽ ഉരുവിടാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പരിശുദ്ധ ബലിയിലേക്ക് പ്രവേശിക്കുമ്പോഴും പരിശുദ്ധ അമ്മ വഴി പരിശുദ്ധ ബലിയിലേക്ക്, ഏതിനും അമ്മ വഴി അമ്മയ്ക്ക് അമ്മയുടെ സ്ഥാനം ദൈവത്തെക്കാൾ കൂടുതൽ കൊടുക്കണമെന്നല്ല, മറിച്ച് അമ്മ വഴി പ്രിയപ്പെട്ടവരെ ദൈവത്തിലേക്ക് അടുത്താൽ, ഈ ദൈവത്തിലേക്ക് അടുത്ത വ്യക്തി വീണാലും ഈ അമ്മ വീണ്ടും എഴുന്നേൽപ്പിച്ച് ദൈവത്തിൻ്റെ അടുത്ത് കൊണ്ടുപോകും. നേരെ മറിച്ച് ഞാൻ നേരിട്ട് എൻ്റെ കർത്താവിൽ ആശ്രയിക്കുക, എൻ്റെ ഈശോയിലെ ഞാൻ നേരിട്ട് ആശ്രയിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സാത്താൻ ഇങ്ങനെ നോക്കി നിൽക്കുക. സാത്താന് എൻ്റെ വീഴ്ചയിൽ ദൈവത്തിൻ്റെ മുൻപിൽ പറയാൻ പറ്റും, അവനിപ്പോൾ എൻ്റെ ഭാഗത്താ, എൻ്റെ പാപമാണ്, എൻ്റെ അവസ്ഥയാണ് അവനിൽ കൂടുതലെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കരുണയെ നമ്മൾ തന്നെ തടസ്സപ്പെടുത്തുക. കർത്താവ് നമ്മളോട് കരുണ കാണിക്കാതിരുന്ന് സാത്താന് വിട്ടുകൊടുക്കും എന്നല്ല, മറിച്ച് അവൻ്റെ കരുണ ഒഴുകാൻ കരുണയ്ക്ക് തടസ്സം നമ്മൾ സൃഷ്ടിക്കും. കരുണയ്ക്ക് തടസ്സം സൃഷ്ടിച്ചാൽ ഈശോയ്ക്ക് എല്ലാം കർത്താവ് ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ രക്ഷിച്ചതാണ്. ഒരു തവണ ദൈവം ലോകത്തെ രക്ഷിച്ച് അവൻ്റെ പരിശുദ്ധ രക്തം ചിന്തി അവൻ തിരിച്ച് സ്വർഗത്തിലേക്ക് പോയി പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ള ദൈവജനമേ, വീണ്ടും വരവാണ് അവനുള്ളത്. വീണ്ടും രക്ഷയല്ല ദൈവം തരുന്നത്. ദൈവം ഓൾറെഡി രക്ഷ തന്ന് കഴിഞ്ഞതാ. വീണ്ടും രക്ഷ തരാൻ വരുന്നവനല്ല, വീണ്ടും വരവാണ് ക്രിസ്തു വരുന്നത്. വീണ്ടും വരവ്, കർത്താവിൻ്റെ രണ്ടാം വരവേ ഇനി അവനിൽ നിന്ന് പ്രതീക്ഷിക്കാനുള്ളൂ. അവൻ നമുക്ക് രക്ഷ തന്നവനാണ്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ആ രക്ഷയിൽ ആശ്രയിക്കാതെ പാപത്തിൽ വീണ്ടും ജീവിച്ചാൽ, വീണ്ടും വീണു പോകുമ്പോൾ പ്രിയമുള്ള ദൈവജനമേ, അവിടെ നമുക്ക് എന്താ പറയുക, നമ്മളെ സംരക്ഷിക്കാൻ അവൻ കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് നമുക്ക് ഏൽപ്പിച്ചതാണ്, ഇതാ നിന്റെ അമ്മ എന്ന് പറയുന്ന പരിശുദ്ധ കന്യക മറിയത്തെ. അത് കുരിശിൻ്റെ ചുവട്ടിലോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏത് കുരിശുകളുടെ ചുവട്ടിലും പരിശുദ്ധമ്മ ഉണ്ടാകും. ഏത് കുരിശിൻ്റെ ചുവട്ടിലും പരിശുദ്ധ കന്യക മറിയമുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ജപമാലയിൽ പരിശുദ്ധ അമ്മ ഉണ്ട്.
നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ജപമണികൾ നിങ്ങൾ ഉരുവിടുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലാണ് നിങ്ങൾ പിടിച്ചിരിക്കുന്നത്. നിങ്ങൾ ഓരോ തവണ ജപമാല നിങ്ങൾ ഉരുവിട്ട ജപമണികളിൽ നിങ്ങൾ പിടിക്കുമ്പോൾ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങൾ കൂടെ കൂടെ വീണ്ടും വീണ്ടും ചേർക്കപ്പെടുകയാണ്, അടുക്കുകയാണ്. അവിടെ സാത്താന്റെ ശക്തി നിനക്കെതിരെ പ്രബലപ്പെടത്തില്ല. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ. ഏത് കഠിന പാപികൾക്കും ആശ്രയിക്കാവുന്നതാണ് പരിശുദ്ധ അമ്മ എന്ന് പറയുന്ന സങ്കേതം, ആശ്രയത്വം. അമ്മ എവിടെയെല്ലാം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ, അമ്മയുടെ പ്രത്യക്ഷീകരണം നിങ്ങൾ എടുത്തു നോക്കി, അവിടെയെല്ലാം അമ്മ പറഞ്ഞത് പാപികളുടെ മാനസാന്തരമാണ്. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്മ പ്രത്യേകം ആവശ്യപ്പെടുന്നുണ്ട്. കാരണം പാപികളുടെ മാനസാന്തരം വഴി ലോകത്തെ നേടിയെടുക്കാൻ അമ്മയ്ക്ക് പറ്റും. ലോകത്ത് വരാനിരിക്കുന്ന തിന്മകളെ ചെറുക്കുവാനും പരിശുദ്ധ കന്യക മറിയത്തിന് സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയതിൽ 4-ാമത്തെ രഹസ്യം, 3 കഴിഞ്ഞ് 4-ാമത്തെ രഹസ്യത്തിലേക്ക് നമ്മൾ കടക്കുക. അതിൽ 4-ാമത്തെ രഹസ്യം ഈശോ നമ്മളെ പഠിപ്പിച്ചത്, നമ്മൾ ചൊല്ലുന്നത് ജപമാലയിൽ സന്തോഷത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ ശുദ്ധീകരണം എന്ന് പറയുന്ന ആ ഒരു രഹസ്യമാണ്. ദേവാലയത്തിൽ ചെന്ന് ശുദ്ധീകരിക്കാൻ പരിശുദ്ധ അമ്മയുടെ ശുദ്ധീകരണത്തിൻ്റെ കാലഘട്ടം വന്നു. അമ്മ ദേവാലയത്തിൽ ചെന്നപ്പോൾ ശീമോൻ അമ്മയോട് പ്രവചിക്കുന്നുണ്ട്, അമ്മയോട് പറയുന്നുണ്ട്. ഉണ്ണി യേശുവിനെ കൈകളിൽ എടുത്തുകൊണ്ട് അമ്മയോട് ശീമോൻ സംസാരിക്കുന്നതാണ് 4-ാമത്തെ രഹസ്യം. അപ്പോൾ ശിമയോന്റെ പ്രവചനം എന്ന് പറയുന്ന ആ 4-ാമത്തെ രഹസ്യത്തിൽ പ്രിയമുള്ള ദൈവജനമേ, ശിമയോൻ പ്രവചിച്ച സാഹചര്യം നിങ്ങളെടുക്കുക. 4-ാമത്തെ രഹസ്യം നമ്മൾ ധ്യാനിക്കുകയാണ്, സന്തോഷത്തിൻ്റെ. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം 4-ാമത്തെ രഹസ്യത്തിലൂടെ നമ്മൾ രക്ഷകനെ ഉള്ളിൽ വഹിക്കുന്നവനാണെങ്കിലും നമ്മുടെ ഉള്ളിൽ യേശു ക്രിസ്തു എന്നും ഉയരോടുകൂടെ ഉണ്ടെങ്കിലും, പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ വിശുദ്ധീകരണം എന്ന് പറയുന്നൊരു പ്രോസസ്സ് അതിൻ്റെ അതാത് കാലഘട്ടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കണം. അതായത് വിശുദ്ധ കുമ്പസാരം, അത്രയിലേക്ക് നമുക്ക് വന്നാൽ മതി, അതിനപ്പുറത്തേക്കുണ്ട്, അതിലേക്ക് നമ്മൾ പോകണ്ട. വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വിശുദ്ധ കുമ്പസാരം എന്ന് പറയുമ്പോൾ ഇന്നേ ദിവസം നമ്മൾ വിശുദ്ധ കുമ്പസാരത്തിൻ്റെ ദിനമാണ്. നമ്മൾ ഓൾറെഡി ദൈവത്തെ അറിഞ്ഞവരും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നവരും ദൈവത്തെ ഉള്ളിൽ കൊണ്ടു കിടക്കുന്നവരുമാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാം, എൻ്റെ ഉള്ളിൽ എൻ്റെ ദൈവമുണ്ട്, ഞാൻ മാരക പാപങ്ങൾ ചെയ്യുന്നില്ല, ഞാൻ യേശുവിൻ്റെ പാതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, പിന്നെ ഞാൻ എന്ത് ഏറ്റുപറയാനാണ്, ഏത് പാപത്തെയാണ് ഞാൻ ദൈവത്തിൻ്റെ മുൻപിൽ ഏറ്റുപറയേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പിൻവലിക്കുന്ന നമ്മളുടെ പാപത്തിൻ്റെ കാഠിന്യത്തെ കുറച്ച് കാണിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന സാത്താൻ്റെ ഘടകമുണ്ട്. നമ്മുടെ പാപത്തിൻ്റെ കാഠിന്യത്തെ, പാപത്തിൻ്റെ മാലിന്യത്തെ കുറച്ച് കാണിപ്പിക്കും. അതായത് ഞാനിപ്പോൾ പ്രാർത്ഥനയിലായതുകൊണ്ട് എൻ്റെ ദൈവം എൻ്റെ ഈ കുറവ് മറന്നുകൊള്ളും, എൻ്റെ ദൈവം എൻ്റെ ഈ അവസ്ഥ മറന്നുകൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ മറച്ചു പിടിക്കുന്ന സാത്താൻ്റെ തന്ത്രമുണ്ട്. അതും നമ്മളെ പ്രാർത്ഥനയിലേക്ക് നമ്മളെ നയിക്കും. നമ്മൾ പോകുന്ന എല്ലാ പ്രാർത്ഥനകളും ദൈവമാണ് നമ്മളെ പ്രാർത്ഥനയിലേക്ക്, എല്ലാ പ്രാർത്ഥനാവസ്ഥകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ദൈവമാണ് എന്ന് വിചാരിക്കരുത് പ്രിയപ്പെട്ടവരെ. ചില സമയങ്ങളിൽ ചില വ്യക്തികളിൽ പ്രാർത്ഥനയിലൂടെ തന്നെ സാത്താന് പ്രവേശിക്കാൻ അറിയാം. അതിനുവേണ്ടി അവൾ ചെയ്യുന്നത് പാപമല്ല എന്ന് വരുത്തി തീർക്കാൻ പ്രാർത്ഥനയിലൂടെ അവളിലേക്ക് പ്രവേശിക്കാൻ സാത്താൻ അറിയാം. അതുകൊണ്ട് അവൻ ആദ്യം കൊടുക്കുന്ന പ്രേരണ പ്രാർത്ഥിക്കാനായിരിക്കും. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ പ്രേരണ ലഭിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്, എൻ്റെ കൂടെ ഇപ്പം സാത്താനില്ല, ഞാനിപ്പോൾ വിശുദ്ധനാണെന്നുള്ള തലം, ആ ഒരു അഹം നമ്മളിൽ ആദ്യം ഉണർത്താൻ സാത്താൻ അറിയാം. അത് നമ്മളിൽ ആദ്യം അവൻ ഉണർത്തും. അപ്പം നമ്മൾ സ്വയം സാത്താനെ ബഹിഷ്കരിക്കാൻ, സാത്താനെ പുറത്താക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് മാത്രം എന്നെ കൊണ്ടുവരിക.
അവിടെ എന്നിൽ പ്രവർത്തിക്കുന്ന, എൻ്റെ ചുറ്റും നിൽക്കുന്ന സാത്താൻ്റെ അരൂപിയുണ്ട്. നിങ്ങൾ ഏത് പ്രാർത്ഥനയുടെ അവസ്ഥയിലേക്ക് പ്രവേശിക്കുമ്പോഴും ചുറ്റും നിൽക്കുന്ന തിന്മയുടെ ശക്തികളെ ബന്ധിച്ച് പുറത്താക്കാതെ നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന മുറി കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ വിശുദ്ധീകരിക്കപ്പെടാൻ ഇടവരുത്താതെ, വിശുദ്ധീകരിക്കപ്പെടാതെ നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിങ്ങളിരിക്കുന്ന മുറിയുടെ 4 ദിക്കിലും വിശുദ്ധരായ മാലാഖമാരെ നിങ്ങൾ കാവൽ നിർത്തണം. പരിശുദ്ധമേ നിങ്ങൾ ക്ഷണിക്കണം. സകല വിശുദ്ധരുടെ മാധ്യസ്ഥം തേടണം. എന്തിനു ശേഷമേ നിങ്ങൾ ഏതൊരു പ്രാർത്ഥനയും ആരംഭിക്കാൻ പാടുള്ളൂ. ഇത്രയും ചെയ്ത് അതിന് നടുക്ക് നിങ്ങൾ നിന്നതിന് ശേഷമേ പ്രാർത്ഥന ആരംഭിക്കാൻ പാടുള്ളൂ. കാരണം നമ്മളെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ, എല്ലാ പ്രാർത്ഥനകളും അനുതാപമില്ലാതെ വരുന്ന പ്രാർത്ഥനകളൊന്നും ദൈവത്തിൽ നിന്നല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുതാപമില്ലാത്ത പ്രാർത്ഥനകളും ചെയ്തു പോയ പാപത്തെ വെറുത്തുപേക്ഷിക്കാത്ത പ്രാർത്ഥനകളും ഒന്നും ദൈവത്തിൽ നിന്നല്ല, സാത്താനിൽ നിന്നാണ് ആ പ്രാർത്ഥനയുടെ തലം നമുക്ക് വരുന്നത്. ഈ പ്രാർത്ഥന നമ്മളിലേക്ക് പ്രവേശിച്ചു, ഈ പ്രാർത്ഥനയെ നമ്മൾ ആയിരിക്കുന്നു എന്നുള്ള ചിന്ത നമുക്ക് തരുമ്പോൾ സാത്താന് നിന്നിൽ കയറിക്കൂടാൻ എളുപ്പമാവും. അതെങ്ങനെയാണെന്നറിയോ? ഈ പ്രാർത്ഥന നമ്മൾ തുടങ്ങിയാൽ, ദൈവമാണ് എന്നെ പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കുന്നതെങ്കിൽ അവിടെ എനിക്ക് പല വിചാരം വരില്ല. എൻ്റെ കർത്താവായ ദൈവമാണ് എന്നെ, ബാ നീ പ്രാർത്ഥിക്ക്, എന്നോടുകൂടെ ആയിരിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്താവ് എന്നെ വിളിച്ച പ്രാർത്ഥനയുടെ അഭിഷേകത്തിൻ്റെ തലമാണെങ്കിൽ ഒരിക്കലും, പ്രിയപ്പെട്ടവരെ, പല വിചാരം വരില്ല. നമ്മുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആവില്ല, ഒരിക്കലും വരില്ല. നേരെ മറിച്ച് ഞാൻ പറഞ്ഞില്ലേ, എന്നെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം, എൻ്റെ പാപങ്ങളെ മറച്ചു വയ്ക്കാൻ ഞാൻ പ്രാർത്ഥനയെ മറയായിട്ട് നിർത്തുന്നുണ്ടെങ്കിൽ അവിടെ പല വിചാരത്തിൻ്റെ അരൂപി പ്രവർത്തിക്കാൻ തുടങ്ങും. അവിടെ തെറ്റായ തോട്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഴയ പാപത്തിൻ്റെ തോട്ട്സ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരും. ഈ പഴയ പാപത്തിൻ്റെ തോട്ട്സ് ആദ്യം ഇട്ടു തരുന്നത്, ദൈവമാണ് എന്നെ വിളിക്കുന്നത് അവനെ ആരാധിക്കാനെങ്കിൽ അവൻ എന്തിന് എനിക്ക് പല വിചാരം തരണം? അപ്പോൾ ഈ പല വിചാരം തരുവാനാണെങ്കിൽ കർത്താവ് എന്തിനെന്നെ പ്രാർത്ഥനയിലേക്ക് ക്ഷണിക്കണം? എന്നെ പ്രാർത്ഥനയിലേക്ക് ക്ഷണിച്ചവൻ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടെ ദൈവത്തെ ആരാധിക്കാൻ പറഞ്ഞവൻ എന്തിന് എനിക്ക് തെറ്റായ തോട്ട്സോ പല വിചാരമോ എൻ്റെ പ്രാർത്ഥനയിൽ തരണം? അപ്പോൾ ദൈവത്തിൽ നിന്നല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. പിന്നെ അതെവിടെ നിന്ന്? എൻ്റെ പഴയ പാപങ്ങൾ എൻ്റെ ആത്മാവിനെ, എൻ്റെ മനസ്സിനെ ഭരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചിന്തിക്കണം, അത് നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ സാത്താൻ്റെ ആക്രമണം ഉണ്ട്, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവം ക്ഷണിച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണമെങ്കിൽ ഇരിക്കുന്ന മുറിയെ വിശുദ്ധീകരിക്കണം, നമ്മുടെ പാപങ്ങളെ വെറുത്തുപേക്ഷിച്ചിട്ടിരിക്കണം, പഴയ പാപത്തിൽ നിന്ന് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടിരിക്കണം. നമുക്ക് ചുറ്റും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി വലയം കൊണ്ട് സംരക്ഷണ വേലി തീർത്തിട്ടേ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സ് പല വിചാരങ്ങളിലേക്ക് പോകില്ല. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സൊരിക്കലും പല വിചാരത്തിലേക്ക് പോകില്ല. നിങ്ങൾ ഏതവസ്ഥയിലായിരിക്കുന്നുവോ അവിടെ ആയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ അനുവദിക്കും. ദൈവം കൂടെ ഉണ്ടാകും. ദൈവത്തിൻ്റെ മാലാഖമാർ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ സംരക്ഷിക്കും. സാത്താനാണ് വിളിച്ചിരുത്തുന്നതെങ്കിൽ അവൻ ആദ്യം പല വിചാരം തരും. സാത്താനാണ് വിളിച്ചിരുത്തുന്നതെങ്കിൽ നീ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഫോണും കൊണ്ടുപോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാത്താനാണ് നിന്നെ പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കുന്നതെങ്കിൽ നീ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മൊബൈൽ ഫോൺ നിൻ്റെ അടുത്ത് വയ്ക്കും. അതിനവൻ കാരണവും പറയും. പെട്ടെന്നൊരു കോള് വന്നാൽ, എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് പ്രാർത്ഥന നോക്കേണ്ടി വന്നാൽ എന്ന് ഒരു ഏച്ചുകെട്ട് നിനക്ക് വെച്ച് തരും. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഇതൊന്നും. എന്നിട്ട് നമ്മൾ ഈ ഫോൺ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ വെച്ച് ഇവിടെ ഞാനിരിക്കും, ഒരു സൈഡിൽ പ്രാർത്ഥനയുടെ ബുക്കോ ബൈബിളോ കൊന്തയോ ഉണ്ടാവും. ഇടത്ത് പിശാചും വലത്ത് അമ്മയോ ബൈബിളോ, നടുക്ക് ഞാനും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടതുവശം അല്ലെങ്കിൽ വലതുവശം മൊബൈൽ ഫോൺ എന്ന് പറയുന്ന പിശാച് വയ്ക്കും, നടുക്ക് ഞാനിരിക്കും. ഇപ്പുറത്തൊന്നെങ്കിൽ ബൈബിള് അല്ലെങ്കിൽ പരിശുദ്ധമായിട്ടുള്ള ജപമാല. ഇതിൽ എൻ്റെ കൈ സ്വാഭാവികമായിട്ടും ഈ മൊബൈലിലേക്ക് പോകുള്ളൂ, ജപമാലയിലേക്ക് പോകില്ല. പക്ഷെ ഞാനിരിക്കുന്നത് പ്രാർത്ഥിക്കാനാണ്. അപ്പോൾ ഇതിൽ സാത്താൻ എന്നിട്ട് എന്നോട് പറയുന്ന ചിന്ത എന്താണെന്നറിയോ? നീ ഇത്രയും സമയം ഇന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. ഇല്ല, ഈ പ്രാർത്ഥന തുടങ്ങുമ്പോൾ ഫസ്റ്റ് ബെല്ലടിക്കും അല്ലെങ്കിൽ മെസ്സേജ് വരും, അപ്പോൾ എടുത്തു നോക്കും.
അതല്ലെങ്കിൽ ഇതൊന്നും വന്നില്ല, നിങ്ങൾ ഫ്ലൈറ്റ് മോഡിലായിരിക്കും ഫോൺ ഇട്ടിരിക്കുന്നത്, എന്നാൽ പോലും പ്രാർത്ഥന തുടങ്ങുമ്പോൾ ചില പ്രാർത്ഥനകൾ ഇത് പോരാ, ഇത് നെറ്റിലുണ്ട് എന്നുള്ള ചിന്ത തരും. നിങ്ങൾ നെറ്റിലോട്ട് പോകും. ഈ നെറ്റിലോട്ട് പോയാൽ പിന്നെ അത് കട്ടിലിലേക്ക് പോകുള്ളൂ. ആ ഫോണും കൊണ്ട് നിങ്ങൾ പോകും. ആ പ്രാർത്ഥന അവിടെ തീരും. ഹല്ലേലൂയ. എന്നിട്ട് പറയും, ദൈവം എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചത് ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ തലയിൽ കെട്ടിവെക്കും. അല്ല, എല്ലാ പ്രാർത്ഥനയിലേക്കും നമ്മളെ ക്ഷണിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു അല്ല. നിങ്ങൾ ജാഗരൂകതയോടുകൂടെ പ്രാർത്ഥനയെ കാണണം പ്രിയപ്പെട്ടവരെ. ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയിലേക്ക് ക്ഷണിക്കുന്നതെല്ലാം കർത്താവായ ദൈവമല്ല. കർത്താവായ ദൈവം നിന്നെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് പ്രാർത്ഥിക്കാൻ, അവനെ ആരാധിക്കാൻ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊന്നും കൂടെ കൊണ്ടുപോകാൻ അവൻ പറയില്ല. മറ്റൊന്നും കൂടെ കൊണ്ടുപോകാൻ അവൻ പറയില്ല. നീ പ്രാർത്ഥിക്കാൻ പോകുമോ? നീ നിന്റെ അമ്മയുടെ കരം പിടിച്ചുകൊണ്ടോ ഈശോയുടെ കരം പിടിച്ചുകൊണ്ടോ നീ പോകും. അതിനപ്പുറത്തേക്കൊന്നും നീ എടുക്കില്ല. പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ജപമാലയ്ക്ക്, പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ മൊബൈൽ കൂടെ കൊണ്ടുപോകുന്നുണ്ടോ? നിന്നെ കൊണ്ടുപോകുന്നത് സാത്താനാണ്. പരിശുദ്ധ കുർബാനയ്ക്ക് മൊബൈൽ കയ്യിലുണ്ടാവാൻ പാടില്ല. പരിശുദ്ധ ബലിക്ക് പോകുമ്പോൾ മൊബൈൽ ഫോൺ കയ്യിലുണ്ടാകാൻ പാടില്ല. പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ നിന്റെ പോക്കറ്റിൽ ഫോണുണ്ടോ? നിന്റെ ബലി അപൂർണമാണ്. ബലി കർത്താവ് സ്വീകരിച്ചിട്ടില്ല, സ്വീകരിക്കുകയുമില്ല, ഇനിയും സ്വീകരിക്കില്ല. ഉറപ്പാണ്, എഴുതി വെച്ച് തരാം. നടക്കില്ല. പരിശുദ്ധ ബലിക്ക് പോകുമ്പോൾ ഫോൺ ഒന്നെങ്കിൽ കാറിൽ വെക്കുക, അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കുക. ആ 1 മണിക്കൂർ ഈശോയ്ക്ക് പൂർണ്ണമായിട്ട് കൊടുക്കണം. ആ 1 മണിക്കൂർ, പരിശുദ്ധ ബലി മാക്സിമം 1 മണിക്കൂറല്ലേ ഉള്ളൂ. ആ 1 മണിക്കൂർ ഈശോയ്ക്ക് കൊടുക്കണം. അതിനിടയിൽ എന്തിനാ ഫോൺ? പള്ളിയുടെ അകത്ത് എന്തിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? പള്ളിയുടെ അകത്ത് നിങ്ങൾ എന്ത് നോക്കും? ആര് വിളിച്ചാലെന്താ? ആ 1 മണിക്കൂർ ഈശോയുടെ കൂടെയാ. അവൻ നോക്കിക്കോളൂന്നേ. എത്ര എമർജൻസി ആണെങ്കിലും ഏത് വലിയ സംഭവമാണെങ്കിലും അവൻ നോക്കും. നമ്മളൊന്നും മൈൻഡ് ചെയ്യരുത്. അവിടെ പോകുമ്പോൾ ഫോൺ കയ്യിലുണ്ടാകരുത്, ഒന്നും ഉണ്ടാകരുത്. ജപമാലയല്ലാതെ ഒരു ബാഗ് പോലും നിങ്ങളുടെ കൂടെ പരിശുദ്ധ ബലിക്ക് പള്ളിയിൽ പ്രവേശിക്കരുത്. പരിശുദ്ധ ബലിക്ക് നിങ്ങളുടെ കൂടെ ഒരു ബാഗോ കൊടയോ വടിയോ സഞ്ചിയോ ഒന്നും പ്രവേശിക്കരുത്. അതെല്ലാം ദേവാലയത്തിന് വെളിയിൽ. നീയും നിന്റെ ആത്മാവും നിന്നെ കാക്കുന്ന കാവൽ മാലാഖയും നിന്റെ പേരിന് കാരണക്കാരനായ വിശുദ്ധനോ വിശുദ്ധയോ ഇത് മാത്രം ദേവാലയത്തിൽ പ്രവേശിച്ചാൽ മതി. അതിനപ്പുറത്തേക്കൊന്നും ദേവാലയത്തിൽ പ്രവേശിക്കരുത്. നിന്റെ ബലി അപൂർണമാണ്, അസ്ഥാനത്താണ്. ഇവിടെയെല്ലാമാണ് പരിശുദ്ധ അമ്മയുടെ 4ാമത്തെ രഹസ്യം. എന്താ? ഒന്ന് പ്രാർത്ഥിച്ചേ. സന്തോഷത്തിൻ്റെ 4ാമത്തെ രഹസ്യം പറ. സന്തോഷത്തിൻ്റെ 4ാമത്തെ രഹസ്യം പെട്ടെന്ന് പറ. കേൾക്കുന്നില്ല? പരിശുദ്ധ മാതാവ് തൻ്റെ ശുദ്ധീകരണത്തിന് നാൾ വന്നപ്പോൾ ഈശോ മിശിഹായ ദേവാലയത്തിൽ കാഴ്ചവെച്ച് ശിമയോൻ എന്ന മഹാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു എന്നതിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ശിമയോൻ എന്ന മഹാത്മാവിൻ്റെ കരങ്ങളിൽ അമ്മ പുത്രനെ ഏൽപ്പിച്ചു. പ്രിയമുള്ളവരെ, ശിമയോനെ പോലെ ഭാഗ്യം ചെയ്ത മറ്റൊരു വ്യക്തിയില്ല. പരിശുദ്ധമയും വിശുദ്ധ യോസേപ്പിതാവും കഴിഞ്ഞാൽ പിന്നെ ഉണ്ണി യേശുവിനെ എടുക്കാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് ശിമയോൻ. ഉണ്ണി യേശുവിനെ കയ്യിലെടുത്തപ്പോൾ വചനത്തിൽ പറയുന്നു, ശിമയോൻ ദൈവത്തെ സ്തുതിച്ചു. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു. അതിനു മുൻപ് ശിമയോൻ പരിശുദ്ധ അമ്മയെ കണ്ടപ്പോൾ അമ്മയോട് സംസാരിച്ചില്ല. അമ്മയോട് ഒരു പ്രവചനവും താക്കീതുകളും പറഞ്ഞില്ല. വരാനിരിക്കുന്ന സഹനങ്ങളെക്കുറിച്ച്, വ്യാകുലതകളെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. മറിച്ച് ഉണ്ണി യേശുവിനെ കയ്യിലെടുത്തപ്പോൾ ശിമയോൻ അമ്മയോട് പറഞ്ഞു, നിന്റെ ഹൃദയവിചാരങ്ങളെ ഭേദിക്കുമാറ്, അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടുമാറ് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ പ്രവേശിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ യേശു തരുന്ന സഹനമിത. ആമേൻ, ഹല്ലേലൂയ. അതിലേക്കാണ് ഞാൻ വരുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തു തരുന്ന സഹനമാണ് ശിമോൻ്റെ പ്രവചനം. ഉണ്ണി യേശുവിനെ കയ്യിലെടുത്തിട്ട് ഉണ്ണി യേശുവിനോട് കൂടെ ആയിരിക്കുന്ന നമ്മളോട് ശിമോൻ പ്രവചിക്കുന്നുണ്ട്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. നിങ്ങളുടെ ഹൃദയത്തിലൂടെ ഒരു വാള് തുളച്ചു കയറുമെന്ന് ശിമോൻ പ്രവചിക്കുന്നുണ്ട്. ഇതാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനാ ജീവിതത്തിലായിരിക്കുന്നവർക്ക് ദൈവം അനുവദിക്കുന്ന സഹനം. ബാക്കിയുള്ളതൊന്നും ദൈവത്തിൽ നിന്ന് വന്ന സഹനങ്ങൾ അല്ല.
പ്രാർത്ഥിക്കുമ്പോൾ ബാക്കിയുള്ളതെല്ലാം എൻ്റെ പാപത്തിൻ്റെ ഫലങ്ങളാണ് ഞാൻ പുറപ്പെടുവിക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ എന്നിൽ വരുന്ന പല വിചാരങ്ങൾ പാപത്തിൻ്റെ ഫലങ്ങളാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 25 മുതലുള്ള തിരുവചനത്തിൽ പ്രകാരം നമ്മൾ വായിക്കുന്നു, ജെറുസലേമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനും ആയിരുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിമോനുണ്ടായിരുന്ന 3 ഗുണങ്ങളാണ്: അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവൻ. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ പ്രത്യേകതയാണിത്. നീതിമാൻ, ദൈവഭക്തൻ. മൂന്നാമത്തേത്, ഇവിടെ ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിക്കുന്നവനാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണ് യഥാർത്ഥ ദൈവഭക്തൻ. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത വ്യക്തി, ദൈവഭക്തി എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ദൈവഭക്തി ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യമായ ഭക്തിയല്ല. ഇപ്പം ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ പറയും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അച്ഛന്മാരും കന്യാസ്ത്രീമാരും ഉണ്ടെന്ന്. അല്ല, സഭ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സഭയ്ക്കകത്തുള്ള ഗാർഹിക സഭകളുണ്ട്. അപ്പോൾ ഈ ഗാർഹിക സഭയ്ക്കകത്ത് ഒരു പ്രീസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ ആ കുടുംബത്തിലെ കുടുംബനാഥനും ആ കുടുംബത്തിൻ്റെ കുടുംബനാഥയുമാണ്. അവിടെ അജഗണമായിട്ട് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സഹോദരങ്ങളുമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഗാർഹിക സഭ കത്തോലിക്ക സഭയോട്, തിരുസഭയോട് ചേർന്ന് നിൽക്കുന്ന തിരുസഭയുടെ തന്നെ ഘടകമാണെങ്കിൽ, ഈ സഭ എന്ന് പറയുന്ന ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ സ്വന്തം വ്യക്തി താല്പര്യങ്ങളെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ പാടില്ല. ഏതൊരു വ്യക്തിയാണോ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അവരുടെ ആവശ്യങ്ങളെ കർത്താവായ യേശു ക്രിസ്തു നടത്തിത്തരും. കർത്താവ് തള്ളിക്കളയത്തില്ല. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ നിങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. ചില പ്രത്യേക നിയോഗങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിനുള്ള കുറുക്കുവഴിയാണ് തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ചില നിയോഗങ്ങൾ നിങ്ങൾ എത്ര തവണ പ്രാർത്ഥിച്ചിട്ടും, എത്ര ഉപവസിച്ച് പ്രാർത്ഥിച്ചു, എത്ര ഡെലിവറൻസ് മിനിസ്റ്റർ കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ചില നിയോഗങ്ങളിൽ നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ചില നിയോഗങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല, ചില പാപത്തെ വെറുതെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല, ചില ബാധ്യതകൾ, ചില രോഗങ്ങൾ, ചില കെട്ടുകൾ അഴിയുന്നില്ലെങ്കിൽ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു, സഭയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇപ്പം നിയോഗങ്ങളില്ലെങ്കിലും ഉണ്ടെങ്കിലും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് ശിമയോനെ പറ്റി പറയുന്നത്. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവൻ. ഇസ്രായേലിൻ്റെ ആശ്വാസം ഈ കാലഘട്ടം നമ്മളെ സംബന്ധിച്ച് തിരുസഭയുടെ കെട്ടുറപ്പിൻ്റെ പ്രതീക്ഷിക്കുക, തിരുസഭയുടെ ഐക്യത്തെ പ്രതീക്ഷിക്കുക. സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയിലെ ഓരോ വ്യക്തിത്വങ്ങൾക്ക് വേണ്ടി, സഭയിലുള്ള എല്ലാ ഭക്ത സംഘടനകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധ പിതാവിന് അദ്ദേഹത്തിൻ്റെ നിയോഗം, മെത്രാൻ, സമൂഹങ്ങൾ, വൈദിക വൃന്ദങ്ങൾ, സന്യസ്ത മക്കൾ, ആത്മായ ഗണങ്ങൾ, ധ്യാന കേന്ദ്രങ്ങൾ, ഓരോ KCYM പോലുള്ള, ജീസസ് യൂത്ത് പോലുള്ള, അല്ലെങ്കിൽ ലിറ്റിൽ വേ അസോസിയേഷൻ പോലുള്ള, വൈറ്റ്സ് പോലുള്ള, പിന്നെ മൂന്നാം സഭ പോലുള്ള, അങ്ങനെ സഭയ്ക്കകത്ത് ഒത്തിരി 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 ചെറു ഘടകങ്ങളുണ്ട്. പ്രിയപ്പെട്ട സഭയെ ബലപ്പെടുത്തുന്ന, സഭയുടെ തൂണുകളായിട്ട് മാറ്റപ്പെടാൻ, തൂണുകൾക്ക് ബലം നൽകുന്ന, കെട്ടുറപ്പ് നൽകുന്ന ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംഘടനകളും കോൺഗ്രിഗേഷനുകളും ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം സഭയ്ക്ക് അകത്ത് വിടുമെങ്കിൽ നിങ്ങൾ സഭയ്ക്ക് വേണ്ടി നിങ്ങൾ ചൊല്ലുന്ന ഒരു വിശ്വാസ പ്രമാണം, സ്വർഗസ്ഥനായ നന്മ നിറഞ്ഞ മറിയമേ തൃത്വസ്തുതി ചൊല്ലി കാഴ്ചവെക്കുമ്പോൾ അത് നിങ്ങളിലേക്ക് തന്നെ വരികയാണ്. കാരണം നിങ്ങൾ ആ സഭയ്ക്കകത്ത് നിൽക്കുന്ന വ്യക്തിയായതുകൊണ്ട് അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും. ഇതാണ് ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൽ വിളുമ്പിൽ സ്പർശിച്ച സ്ത്രീ ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച അഭിഷേകം. സഭയിൽ നിന്നാണ് ആ അഭിഷേകവും സൗഖ്യവും അവൾ സ്വീകരിച്ചത്. അതുകൊണ്ട് സഭയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇവിടെ ശിമയോൻ അത്തരത്തിൽ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് ശിമയോൻ്റെ കൈകളിലേക്ക് ഉണ്ണിയേശു കടന്നു വന്നത്. ശിമയോൻ്റെ കൈകളിലേക്ക് ഉണ്ണിയേശു കടന്നു വരാൻ, അത് പരിശുദ്ധ അമ്മയിൽ നിന്ന് നേരിട്ട് ഉണ്ണിയേശുവിനെ സ്വീകരിക്കുക എന്ന് പറയുന്ന ഭാഗ്യത്തിലേക്ക് അദ്ദേഹത്തിന് അർഹനാക്കാനുള്ള കാരണം അദ്ദേഹത്തിലുള്ള നീതിനിഷ്ഠയും ദൈവഭക്തിയും ഇസ്രായേലിൻ്റെ ആശ്വാസം, പ്രതീക്ഷ എന്ന് പറയുന്ന അവസ്ഥയിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, നമ്മൾ നിരാശപ്പെടരുത്. നമ്മുടെ നിയോഗങ്ങളിൽ, നമ്മുടെ ആവശ്യങ്ങളിൽ കർത്താവായ ദൈവം ഇടപെട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് നിരാശപ്പെടരുത്. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ഒരു സ്ത്രീ കാണാൻ വേണ്ടി വന്നപ്പോൾ, കുടുംബമായിട്ട് വന്ന ഭാര്യയും ഭർത്താവും കൂടി കാണാൻ വേണ്ടി വന്നിട്ട് പറഞ്ഞു, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ഒത്തിരി പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ പറയാം. ഒത്തിരി പ്രശ്നങ്ങൾ പറഞ്ഞപ്പോഴും ഇതൊന്നും നടക്കുന്നില്ല ബ്രദറെ, മടുത്തു, ജീവിതം മടുത്തു എന്നാണ് വന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിങ്ങനെ മടുത്തു എന്ന് പറയുമ്പോൾ ഞാൻ ഇവരുടെ പ്രശ്നങ്ങളിലേക്ക്
എന്നെ കൊണ്ടുപോകുന്നില്ല. ഇവർ ഇത്രയും വലിയ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടും എനിക്കതിലൊന്നും തോന്നുന്നില്ല. കാരണം അതല്ല ഇവരുടെ കുഴപ്പമെന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ ഈശോ പറയണത്. ഞാൻ വീണ്ടും ഇവരെ സമർപ്പിച്ചതിനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ കാണിക്കുകയാണ് 2 മക്കൾ, 4 മക്കളാണ് ആ കുടുംബത്തിൽ. 2 മക്കൾ, അതിലൊന്ന് സെമിനാരിയനും ഒന്ന് സന്യാസ അർത്ഥിനിയുമാണ്. അവൾ കന്യാസ്ത്രീ കൊച്ചും മറ്റൊന്ന് സെമിനാരിയിൽ പഠിക്കുന്ന മോനുമുണ്ട്. അപ്പോൾ ഈ 2 വിളിക്കപ്പെട്ടവരുണ്ട്. പക്ഷെ 2 പേരും അവൾ കന്യാസ്ത്രീ ആയിട്ടുമില്ല, മറ്റവൻ അച്ഛനായിട്ടുമില്ല. പക്ഷെ 2 പേര് ഒന്ന് മഠത്തിലും ഒന്ന് സെമിനാരിയിലുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവ് ഈ മക്കളിലുള്ള വീഴ്ചയാണ് കുടുംബത്തിൻ്റെ. അപ്പോൾ മക്കൾ വിശുദ്ധരായിട്ടുള്ള മക്കളെ ഈശോ കൊടുത്തിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്, പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ കാരണത്തെ എടുത്തു പ്രാർത്ഥിച്ച ഈശോയെ, വിളിക്കപ്പെട്ട 2 പേരുള്ള കുടുംബത്തിൽ എന്തുകൊണ്ട് നിൻ്റെ ദുരിതം മാറുന്നില്ല? അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈശോ കാണിച്ചു തന്നത്, ഒരു മകൾ ഒരു മകൻ ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങിയാൽ മാതാപിതാക്കളെ യൗസേപ്പയും മേരിയുമാവും. ഒരു പുരോഹിതന് ഒരു വീട്ടിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പുരോഹിതൻ്റെ മാതാപിതാക്കൾ യൗസേപ്പും മേരിയാണ്. അവരുടെ സ്ഥാനം അപ്ഗ്രേഡ് ചെയ്യപ്പെടുക. അപ്പോൾ ഈശോ 30 വർഷക്കാലം സെമിനാരി ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോടുകൂടെ 30 വർഷം ഈശോ സെമിനാരിയിലായിരുന്നു. 3 വർഷമാണ് ഈശോ പൗരോഹിത്യത്തിലുണ്ടായിരുന്നത്. 30 വർഷം ഈശോ സെമിനാരിയിലായിരുന്നു. പരിശുദ്ധ അമ്മയാകുന്ന സെമിനാരിയിലെ കാൻഡിഡേറ്റ് ആയിരുന്നു, ഒരു വ്യക്തിയായിരുന്നു ഈശോ. 3 വർഷക്കാലം കർത്താവ് പൗരോഹിത്യം സ്വീകരിച്ച് പൊതുപ്രവർത്തനത്തിനിറങ്ങി, പരസ്യ ജീവിതത്തിലിറങ്ങി, ആത്മാക്കളെ നേടി, ദൈവരാജ്യ പ്രഘോഷണം നടത്തി, അവസാനം അവന് കുരിശിൽ യാഗമായി മാറി. ഈ 30 വർഷക്കാലം ഈശോ പരിശുദ്ധ അമ്മയോടുകൂടെ ആയിരുന്നപ്പോൾ അത് ബൈബിളിൽ എങ്ങനെ പോയി എന്നുള്ളത് വെളിപ്പെടുത്തുന്നില്ല. ഒറ്റ തവണ മാത്രമേ അത് വെളിപ്പെടുത്തുന്നുള്ളൂ. അതിലൊന്ന് ശിമോൻ്റെ സക്രിയായുടെ അടുത്ത് സിമിയോൻ്റെ പ്രവചനം, സിമിയോൻ ഈശോ ഉണ്ണി നമ്മളിപ്പോൾ പറയുന്ന 4ാമത്തെ രഹസ്യവും പിന്നെയാണ് 5ാമത്തെ രഹസ്യം. 2 കാര്യങ്ങളെ ഈ 30 വർഷത്തിനുള്ളിൽ ഈശോയെ പറ്റി ബൈബിളിൽ വെളിപ്പെടുത്തുന്നുള്ളൂ. അതിലൊന്ന് 12ാമത്തെ വയസ്സിൽ ക്രിസ്തുവിനെ കാണാതായത്, മറ്റൊന്നും ബൈബിളിൽ പറയുന്നില്ല. അതിന് ബാക്കിയുള്ളതെല്ലാം അജ്ഞാതമാക്കി വെച്ചു വിശുദ്ധ ബൈബിളിൽ. അല്ലാതെ മറ്റു പല വിശുദ്ധർക്കും വെളിപ്പെടുത്തി കൊടുത്ത സഭ അംഗീകരിച്ച മറ്റ് പല പുസ്തകങ്ങളുണ്ട്. പക്ഷേ ബൈബിളിൽ അതിനെപ്പറ്റി കൊടുത്തില്ല. 30 വർഷക്കാലം ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ അമ്മയെ, ഈ മാതാപിതാക്കളെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ കാണിച്ചു തരികയാണ്, വിളിക്കപ്പെട്ട 2 എണ്ണം ആ കുടുംബത്തിലുണ്ടായിട്ട് ഈ 2 മാതാപിതാക്കളെ, എൻ്റെ അപ്പനും അമ്മയുടെ സ്ഥാനത്തിരിക്കുന്ന ഈ മാതാപിതാക്കൾ എൻ്റെ സഭയ്ക്ക് വേണ്ടി എത്രത്തോളം പ്രാർത്ഥിച്ചു എന്ന് നീ അവരോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, 2 പേര് ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞുണ്ട്. അവർ പറയാതെ തന്നെ പരിശുദ്ധാത്മാ തന്ന സന്ദേശം ചോദിച്ചു. അപ്പോൾ ഉണ്ട്, മോൻ സെമിനാരിയിൽ, മോള് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മയും അപ്പനും അപ്പോൾ യൗസേപ്പും മേരിയാ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതെ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, യൗസേപ്പും മേരിയും ചെയ്ത എന്ത് പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യണേന്ന് ചോദിച്ചു. ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ചോദിച്ചപ്പോഴാണ് പറയണത്, ഇവർ പ്രാർത്ഥിച്ചത് മുഴുവൻ ഇവരുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ചോദിച്ചപ്പോഴാണ് പറയുന്നത്, മകൻ ഓൾറെഡി സെമിനാരിയിലാണല്ലോ, അപ്പോൾ അവരുടെ പ്രാർത്ഥന അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. മോള് മഠത്തിലായതുകൊണ്ടും അവളും പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാനാ? പ്രിയപ്പെട്ട ദൈവജനമേ, അന്ന് ഈ കുടുംബത്തിന് പറഞ്ഞു കൊടുത്ത ഈശോ കൊടുത്ത ഒരു പ്രാർത്ഥനയുള്ളൂ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വേറെ ഒന്നും കൊടുത്തില്ല. വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, വലിയ പ്രാർത്ഥനകളൊന്നും പറഞ്ഞില്ല. ഈശോ ആ കുടുംബത്തോട് പറഞ്ഞതാണ് തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, തിരുസഭയ്ക്ക് വേണ്ടി മുട്ടുകുത്താൻ ഈശോ അവരോട് ആവശ്യപ്പെട്ടു. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ സഭയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിന് ഉത്തരവാദിത്വം കൂടുതലാണ്. കാരണം സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരെണ്ണം കുടുംബത്തിലുണ്ടെങ്കിൽ, മോശ കരങ്ങൾ വിരിച്ചപ്പോൾ മോശയുടെ കരങ്ങൾക്ക് താങ്ങായവരുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശയുടെ കരങ്ങൾക്ക് താങ്ങായവരുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലൊരു മോസസ് ഉണ്ടെങ്കിൽ ഈശോ പറയുന്നു, അതിൻ്റെ കരങ്ങൾക്ക് താങ്ങാകാൻ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. തിരുസഭയ്ക്ക് വേണ്ടി മുട്ടുകുത്തുന്ന മാതാപിതാക്കൾ ഇല്ലെങ്കിൽ അവരുടെ മക്കൾ ആ സന്യാസത്തിലും ആ പൗരോഹിത്യത്തിലും അവർക്ക് പൂർണ്ണതയിൽ നിലനിൽക്കാൻ തടസ്സം വരും. അങ്ങനെയുള്ളപ്പോൾ ഈ മാതാപിതാക്കൾ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധ പിതാവിന് അദ്ദേഹത്തിൻ്റെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു തോന്നൽ പോലും വന്നിട്ടില്ല. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള തോന്നൽ പോലും വന്നിട്ടില്ല. കുടുംബത്തിൽ നിന്ന്, പ്രിയപ്പെട്ട ദൈവജനമേ, അസ്വസ്ഥതകൾ ഒഴിയുന്നില്ല. അതിനും കുറ്റം കർത്താവിനായിരിക്കും. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ മക്കളെ വിട്ട് തന്നിട്ട് എൻ്റെ കുടുംബത്തിന് ഈ ദുരിതമാണ്, അവിടെയും കുറ്റം കർത്താവിനാണ്. നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം
നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ സാത്താൻ കയറി അടിക്കും പ്രിയപ്പെട്ടവരെ. കൊടുക്കരുത്. അതുകൊണ്ട് ഇവിടെ വചനത്തിൽ വീണ്ടും പറയുന്നു, പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. ആരുടെ മേൽ? ശിമയോൻ്റെ മേൽ. പരിശുദ്ധാത്മാവ് ശിമയോൻ്റെ മേലുണ്ടായിരുന്നു. പ്രിയമുള്ള ദൈവജനമേ, ക്രിസ്തുവിന് വേണ്ടി വിളിക്കപ്പെട്ടിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ട്. നീ ക്രിസ്തുവിന് വേണ്ടി വിളിക്കപ്പെട്ടു. സന്യാസിയോ അല്ലെങ്കിൽ കന്യാസ്ത്രീയോ പുരോഹിതനോ ഒന്നും അല്ല, പക്ഷേ ഒരു സാധാ കുടുംബജീവിതം നയിക്കുന്നവനാണ്. ഭാര്യ മക്കളോ ഭർത്താവോ മക്കളോ ഒക്കെയുള്ള സാധാരണ ഒരു വ്യക്തിയാണെങ്കിലും ഈശോയ്ക്ക് വേണ്ടി നീ വിളിക്കപ്പെട്ടിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ട്. ഈശോ നിന്നിൽ രൂപപ്പെടാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവാണ് നിന്നെ നയിക്കുന്നത്. പരിശുദ്ധാത്മാവേ നിന്നെ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ഇത് നിനക്കറിയില്ല, പക്ഷെ സാത്താൻ അറിയാം. അങ്ങനെയുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ അവൻ കയറി അട്ടിക്കും. കാരണം നിന്നിലുള്ള പരിശുദ്ധാത്മാവിനെ തല്ലിക്കെടുത്തുക എന്നുള്ളതാണ് സാത്താൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് വിളിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ അതിനർത്ഥം പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിന്നിലുള്ള പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയുക, നിന്നിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ കെടുത്തുക എന്നുള്ളതാണ് സാത്താൻ്റെ ലക്ഷ്യം. അപ്പം ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിന്നിലുള്ളത് നീ അറിയുന്നില്ല, സാത്താൻ അറിയാവുന്നത് കൊണ്ട് തന്നെ നിന്നിലുള്ളതിനെ തല്ലിക്കെടുത്തിക്കളയും. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവില്ല. ബാധ്യതകൾ ഒഴിയത്തില്ല. ഒന്ന് മാറുമ്പോൾ അടുത്തത് വരും. ബാധ്യതകൾ മാറുമ്പോൾ രോഗം വരും. രോഗം മാറി ഒന്ന് നേരെ നിൽക്കുമ്പോൾ കുടുംബകലഹം സ്റ്റാർട്ട് ചെയ്യും. ഏതെങ്കിലും ഒന്നും വരും. പ്രിയപ്പെട്ടവർ, ഇതിനെല്ലാത്തിനും നമ്മൾ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ അങ്ങനെ ഇരിക്കുകയുള്ളൂ. പ്രാർത്ഥനകളെ മാറ്റിപ്പിടിക്കണം. പ്രാർത്ഥനകൾ ഈശോയ്ക്ക് വേണ്ടി, ഈശോയുടെ ഇഷ്ടം നടപ്പിലാകാൻ നമ്മളെ വിട്ടുകൊടുക്കണം. ഈശോയിൽ നിന്ന് നമ്മുടെ ഇഷ്ടം സാധിച്ചെടുക്കാനല്ല നമ്മൾ നോക്കേണ്ടത്, യേശുവിൻ്റെ പ്രീതിക്ക് പാത്രമാവുക. അങ്ങനെ ആയാൽ ഈശോ എൻ്റെ കാര്യങ്ങളിൽ അവൻ ഇടപെടാതിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമാകാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് സമർപ്പിച്ച്, കർത്താവെ നിനക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യണം, ഏത് തരത്തിൽ ഞാൻ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി നീ ഇറങ്ങാൻ നിൽക്ക്. കർത്താവിനെ നിന്റെ ആവശ്യത്തിലേക്ക് വിളിക്കുന്നത് കുറച്ചിട്ട്, ഈശോയെ നിനക്ക് വേണ്ടി ഈ ലോകത്തിൽ ഞാൻ എന്ത് ചെയ്യണം, എന്നെ തന്നെ ഇല്ലാതാക്കാൻ ഞാൻ തയ്യാറാ. നീ എന്നിൽ രൂപപ്പെട്ടാൽ എന്നിലുള്ള മാനുഷികതയിൽ വരുന്ന പാപങ്ങളെ വെറുത്തുപേക്ഷിക്കാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് ഞാൻ ആ അവസ്ഥയിലായിരുന്നു കൊണ്ട് നിനക്ക് വേണ്ടി എന്തു ചെയ്യണം, അതിനു വേണ്ടി ഞാൻ ഇറങ്ങാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എങ്ങും പോകണ്ട, വീട്ടിലായിരുന്നു കൊണ്ട് സഭയ്ക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ കർത്താവിൻ്റെ കരം പരിപാലിക്കും. ഹല്ലേലൂയാ, അഭിഷേകത്തോടെ ഹല്ലേലൂയാ. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളുണ്ടോ? ആ കുടുംബത്തെ പരിപാലിക്കാൻ കർത്താവിൻ്റെ വലത്തുകരം ആ കുടുംബത്തിൻ്റെ മേലുണ്ട്. നിങ്ങൾ ഏത് പ്രശ്നത്തിൻ്റെ നടുവിലാണോ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, ആ വ്യക്തിയെ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുവാൻ കർത്താവിൻ്റെ ദൂതന്മാർ ചാർജ് എടുക്കും. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരാണ് ദൈവഭക്തൻ എന്നുള്ളത്. കാരണം ദൈവഭക്തനാണ്, ദൈവത്തോട് ഭക്തിയുള്ളവനാണ് ദൈവഭക്തനെങ്കിൽ ദൈവത്തിൻ്റെ സഭയെ, ദൈവത്തിൻ്റെ അവസ്ഥകളെ പരിരക്ഷിക്കാൻ ദൈവഭക്തൻ ശ്രമിക്കും. ദൈവഭക്തി എനിക്കുള്ളതല്ല, ദൈവത്തോടാണ് എനിക്ക് ഭക്തി. ദൈവഭക്തി എന്നിലല്ല, ദൈവത്തോട് ഉള്ള ഭക്തിയാണ് ദൈവഭക്തി എങ്കിൽ ദൈവം സ്ഥാപിച്ചതിനെ ഭക്തിപൂർവം സംരക്ഷിക്കലാണ് ദൈവഭക്തി. സഭ എന്ന് പറയുന്നതിനെ പത്രോസാകുന്ന പാറമേൽ മത്തായി 16, 19, 17, 18, 19 വാക്യങ്ങളിലൂടെ ദൈവം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭക്തി ഞാൻ കാണിക്കേണ്ടത് ദൈവം സ്ഥാപിച്ചതിനെ ഭക്തിപൂർവം സംരക്ഷിക്കാൻ ഞാൻ ഇറങ്ങിക്കൊണ്ട. അങ്ങനെ സഭയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പ്രിയമുള്ള ദൈവജനമേ, എൻ്റെ നിയോഗം എന്ന് പറയുന്നൊരവസ്ഥ എനിക്ക് ഉണ്ടാവില്ല. നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, മണ്ടത്തരമാ. കാരണം മറ്റൊന്നല്ല, നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ 1 by 1 അത് വന്നുകൊണ്ടിരിക്കും. മാറില്ല, നിങ്ങൾക്ക് മരണം വരെ മാറില്ല. നിയോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥന തുടങ്ങിക്കോ പ്രിയപ്പെട്ടവർ. തുടങ്ങിയാൽ അത് അവസാനിക്കുന്നത് നിന്നെ കൊണ്ട് പെട്ടിയിലിട്ടിട്ടായിരിക്കുള്ളൂ. പെട്ടിയിൽ കിടന്നാൽ അവിടെ കിടന്ന നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത് സാത്താൻ കൊണ്ടുവന്ന് തരും. അവിടെയും നിനക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. മറിച്ച്
ദൈവ തിരുമനസ് നിറവേറ്റി ജീവിക്കാനായിട്ട് പ്രാർത്ഥിച്ചു നോക്ക്. അവിടെ വ്യത്യാസമുണ്ട്. കാരണം ദൈവ തിരുമനസ് നിറവേറ്റി ജീവിക്കുന്നവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ദൈവത്തിൻ്റെ മാലാഖമാരുണ്ട്. നിയോഗം തരുന്നത് ദൈവമല്ല. ദൈവത്തെ അറിയാത്തവർക്ക് ദൈവം നിയോഗം കൊടുക്കും ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ. സ്വാഭാവികമാണ്. ദൈവത്തെ അറിയാത്തൊരു വ്യക്തി, ദൈവ വിചാരമില്ലാത്തൊരു വ്യക്തി, പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി നിയോഗമുണ്ട്. കാര്യം എന്താ? അവൻ ദൈവത്തെ വിളിക്കണമെങ്കിൽ ഈ നിയോഗത്തിലൂടെ മാത്രമേ ദൈവത്തിലേക്ക് അവന് വരാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ദൈവ വിചാരത്തിൽ ജീവിക്കുന്ന, ദൈവം എന്താണ്, ക്രിസ്തു എന്താണ്, ക്രിസ്തുവിൻ്റെ സഭ എന്താണ്, അവൻ എങ്ങനെ മനുഷ്യനെ രക്ഷിച്ചു, അവൻ എങ്ങനെ യാഗമായി എന്നറിയാവുന്ന ഒരു വ്യക്തിക്ക് വരുന്ന നിയോഗം ദൈവം പിന്നെ എന്തിനാ അവന് നിയോഗം കൊടുക്കണേ? അല്ല. അപ്പൊ നമ്മൾ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, ദൈവ വിചാരത്തെ മറക്കും, ദൈവത്തെ ആരാധിക്കേണ്ട കടമകളെ മറക്കും. ആ വ്യക്തി എന്തിന് ദൈവത്തിന്റെ മുൻപിൽ നിയോഗങ്ങൾക്ക് വേണ്ടി മുട്ടുകുത്തണം? കാരണം അവൻ ദൈവത്തെ അറിഞ്ഞവനും അറിഞ്ഞവളുമാ. അപ്പൊ നമ്മുടെ നിയോഗങ്ങള് ദൈവത്തെ അറിയുന്നതിന് മുൻപ് വന്ന നിയോഗങ്ങളെ ദൈവം തന്നതുള്ളൂ. അതിനുശേഷം വരുന്നത് ദൈവാനുഭവം. ഞാൻ പറഞ്ഞില്ലേ, ലൈഫിൽ ഒറ്റ തവണ ദൈവാനുഭവം തന്നാൽ പിന്നെ അത് എന്നേക്കുള്ളതാ, പിന്നെ അത് മാറ്റപ്പെടില്ല. നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ എന്താ പറയുക, ശക്തി സ്വീകരിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഞാൻ മാമോദിസ സ്വീകരിച്ചു, കത്തോലിക്ക സഭയിലേക്ക് വന്നു. പക്ഷേ ഞാൻ എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തി ജീവിക്കുക. വീണ്ടും ചെന്ന് ഞാൻ മാമോദിസ മുങ്ങുകയല്ല ചെയ്യുന്നത്. മറിച്ച് എൻ്റെ വിശ്വാസത്തെ ഞാൻ വീണ്ടും പരിപോഷിപ്പിച്ച് ആദ്യം സ്വീകരിച്ച കൂദാശയായ മാമോദിസയുടെ അവസ്ഥയിലേക്ക് ഞാൻ തിരിച്ചു വരാൻ ശ്രമിക്കുക ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ജീവിത നിയോഗങ്ങൾ, പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തെ അറിഞ്ഞതിന് ശേഷം വരികയാണെങ്കിൽ അത് നിന്നിൽ പ്രവർത്തിക്കുന്ന രൂപിയാണ്. അത് നിയോഗം തന്ന് ദൈവത്തിന് കിട്ടേണ്ട ആരാധനകളെ വഴി മാറ്റിവിടും. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, എല്ലാ നിയോഗവും ദൈവം തന്നു, ദൈവത്തിൽ നിന്ന് അകലാതിരിക്കാൻ ഇതിങ്ങനെ കൂടെ തന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയരുത്. ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയിൽ നിയോഗങ്ങൾ അസ്തമിച്ചോളും. ഉണ്ടാവില്ല. ഇവിടെയാണ് വിശുദ്ധീകരണം. അപ്പോഴാണ് സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നിയോഗങ്ങൾ എത്ര വന്നാലും നാളെ മരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാകും, വേണ്ട മരിച്ചോട്ടെ, എന്നാലും ഞാൻ ഇന്ന് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നാളെ എൻ്റെ ആത്മാവിനെ ദൈവം സംരക്ഷിക്കും. അതുകൊണ്ട് സഭയ്ക്ക് വേണ്ടി മുട്ടുകുത്താൻ ഈശോ നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട്. സഭയ്ക്ക് വേണ്ടി മുട്ടുകുത്തണം. സഭയ്ക്കകത്ത് ഏതെങ്കിലും ഭിന്നിപ്പുകളുണ്ടെങ്കിൽ നമ്മൾ മുട്ടുകുത്തണം. നമ്മൾ പുറത്ത് പറഞ്ഞു നടക്കുകയോ വാട്സാപ്പ് വഴി പ്രചരിപ്പിക്കുകയോ അല്ല, മറിച്ച് മുട്ടുകുത്തണം. മുട്ടുകുത്തേണ്ടടുത്ത് മുട്ടുകുത്തണം. പ്രിയപ്പെട്ടവരെ, മുട്ടുകുത്തി കരങ്ങൾ വിരിച്ചാൽ നീ കുരിശായിട്ട് മാറി. ആ കുരിശിൽ കർത്താവുണ്ട്. ഹല്ലേലൂയാ. അഭിഷേകത്തോടെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതല്ലാതെ നമ്മളുടെ ഒരു തരം എന്താ പറയുക, ഭയങ്കര ഒരു തീരെ ചീപ്പാകും നമ്മൾ ചില സമയത്ത്. ഒരു മുട്ടുവേദന വന്നാൽ ഈ മുട്ടുവേദന മുട്ടും പൊക്കി പിടിച്ചുകൊണ്ട് തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കും. തീരെ ചീപ്പാവും, നിലവാരം കെട്ടുപോകും പ്രാർത്ഥനയിൽ. അവസ്ഥകൾ അങ്ങനെയാണ്. ഞാൻ തമാശയായിട്ട് പറഞ്ഞാൽ, സീരിയസ് ആയിട്ട് തന്നെ പറയാം. പക്ഷെ അങ്ങനെയാണ് നമ്മൾ. ഒരു അസുഖം വന്നാൽ പോലും അതിന് വരെ കർത്താവിനോട് ഇങ്ങനെ പിച്ച തെണ്ടി നിൽക്കും നമ്മൾ. അതിന് വേണ്ടി പോലും ഈശോയുടെ ഇങ്ങനെ പിച്ച തണ്ടി നിൽക്കുന്ന നന്ദി കെട്ടവരാണ് നമ്മൾ. അതുപോലും നമ്മൾക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ കർത്താവിനെ ദുരുപയോഗിക്കുന്നവരാ. ഈശോയ്ക്ക് വേണ്ടി ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല നമ്മൾ. ഈശോയ്ക്ക് വേണ്ടി ചെയ്യും. അതാണ് ക്രിസ്ത്യാനി. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ക്രിസ്തു തന്നതിനെല്ലാം നീ ക്രിസ്തുവിനെ അനുഗമിച്ചുകൊണ്ട് തീറ്റിപ്പോറ്റണം. നിന്റെ കടമയാ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരിക്കൽ ഒരു ശുശ്രൂഷയ്ക്ക് പോകുന്ന സമയത്ത് ഒരു വണ്ടി വന്ന് എൻ്റെ കാറായിട്ട് ഇടിച്ചു. ഒരു കാർ വന്നിട്ട് ഇടിച്ച് എൻ്റെ വണ്ടി പിന്നെ ഇടി കിട്ടി നല്ല പരിചയമുള്ളതുകൊണ്ട് എനിക്ക് അത്ര പുത്തിരിയൊന്നും തോന്നിയില്ല. ഇടിച്ചു. അവരുടെ ഫ്രണ്ട് ബമ്പർ ഇടിഞ്ഞിങ്ങനെ ക്ലിപ്പ് വിട്ട് അത് തൂങ്ങിക്കിടക്കുക. എൻ്റെ ഡോറ് ചളങ്ങി ഉള്ളിലോട്ടായിരിക്കുക. അയാളുടെ കുഴപ്പം എൻ്റെ കുഴപ്പമല്ല. ഞാൻ പകുതിക്ക് നിൽക്കുമ്പോൾ എൻ്റെ വണ്ടിയുടെ മിഡിലിൽ കൊണ്ടുവന്നിടിച്ചാൽ ഞാൻ വണ്ടി സൈഡിലേക്ക് ഒതുക്കി. അദ്ദേഹം വന്നു. എനിക്കിത് കഴിഞ്ഞിട്ട് അടുത്ത പണിയുണ്ട്. ഞാനതല്ല അതിൻ്റെ പുറകെ നടക്കാൻ എനിക്ക് നേരെയില്ല. അപ്പോൾ ആ ശുശ്രൂഷയ്ക്ക് ഞാനിങ്ങനെ ടൈം നോക്കി. ഇയാൾ വരുമ്പോഴും ഞാൻ സമയം നോക്കാം. ടോക്കുണ്ട്, 1 മണിക്കൂറുകൾ എനിക്ക് ഓടി അവിടെ എത്തണം. അപ്പോൾ ഇയാൾ അടുത്തെത്തി ഞാൻ ഇയാളെ നോക്കിയപ്പോൾ ഷർട്ടിൻ്റെ ഗ്യാപ്പിലൂടെ കൊന്ത കഴുത്തേ കിടക്കുന്നുണ്ട്. ഭാഗ്യം ക്രിസ്ത്യാനിയാണ്. പിന്നെ കാറിൽ നോക്കിയപ്പോൾ കാറിലും കൊന്തയുണ്ട്. അപ്പോൾ ഇത് രണ്ടും കണ്ടപ്പോൾ ഞാനൊന്ന് അടങ്ങി. എനിക്ക് ദേഷ്യം വന്നിരിക്കുകയാണ്. പക്ഷെ ഇത് രണ്ടും കണ്ടപ്പോൾ ഞാനിങ്ങനെ കാമായി. ഇദ്ദേഹം വന്നിട്ട് എന്നോട് റേസായി. കുറേ ദേഷ്യപ്പെട്ട് ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നും മിണ്ടിയില്ല. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുക. കാരണം ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ നാവിൻ്റെ അഭിഷേകം കെടുത്താൻ സാത്താൻ കൊണ്ടുവന്ന് തരുന്ന ഗിഫ്റ്റാണ്. അപ്പോൾ 2 പറഞ്ഞാലൊരു തൃപ്തി കിട്ടുള്ളൂ.
അപ്പോൾ അതിങ്ങനെ നിൽക്കുക, എന്താ പറയണ്ടേന്ന് നോക്കി ഞാനിങ്ങനെ നിൽക്കുക. പക്ഷെ ഒന്നും മിണ്ടിയില്ല. അവസാനം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടൻ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് ഞാൻ മറുപടി പറയാത്തതെന്ന്. ഇത്രേ പറഞ്ഞുള്ളൂ. ചേട്ടൻ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് ഞാൻ മറുപടി പറയാത്തത്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ തിരിച്ചറിയേണ്ടേ നിങ്ങളെ എന്ന് ചോദിച്ചു. അത്രേ പറഞ്ഞോളൂ. ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം അടങ്ങിയിട്ട് എന്നോട് പറഞ്ഞു, വണ്ടിയുടെ ഇടിച്ചതിൻ്റെ ചിലവ് ഞാൻ തന്നേക്കാം. വേറൊന്നും പറഞ്ഞില്ല. എൻ്റെ തെറ്റാണ്. പെട്ടെന്ന് അദ്ദേഹത്തിനൊരു ബോധോദയം ഉണ്ടായതുപോലെ എന്നോട് പറയാണ്, എൻ്റെ തെറ്റാണ്, ഇടിച്ചതിന് എന്താണോ മെയിൻ്റനൻസിന് വരുന്നത് ഞാൻ തന്നേക്കാം. അവൻ എനിക്ക് പൈസ ഒന്നും വേണ്ട, എന്നെ ഇപ്പോൾ ഒന്ന് വിട്ടാൽ മതി, എന്നെ ഇപ്പോൾ ഒന്ന് വിട്ടാൽ മതി. അപ്പോൾ വിട്ടു. ആ കാര്യം അവിടെ തീർന്ന് എൻ്റെ നമ്പർ മേടിച്ചെടുത്തിട്ട് അദ്ദേഹം പോയി. വിളിച്ചു, ഞാൻ ഫോൺ എടുത്തില്ല. പ്രിയമുള്ള ദൈവജനമേ, ഇത് സഭയുടെ പ്രവർത്തനമാണ്. നേരെ മറിച്ച് അവിടെ നമുക്ക് വേണമെങ്കിൽ അയാളോട് മറുതലിച്ച് അയാളെ നശിപ്പിച്ച് നമ്മുടെ ഭാഗം ന്യായം സ്ഥാപിച്ചെടുക്കാം. പക്ഷെ നമ്മൾ ക്രിസ്ത്യാനി ആകൂല. അപ്പോൾ നമ്മളിൽ നിന്ന് ക്രിസ്തു പുറപ്പെടില്ല. ഹല്ലേലൂയ. അപ്പം നമ്മൾ ആ ഒരു കൂറ് കാണിക്കണം. നമ്മുടെ കത്തോലിക്ക സഭയ്ക്കൊരു പ്രത്യേകതയാണ്. സഭയ്ക്ക് പുറത്തുനിന്ന് ശത്രുക്കളുടെ ആവശ്യമില്ല. നമ്മൾ തന്നെ തമ്മിലടിച്ചോളും. നമ്മൾ പുറത്തുനിന്ന് ശത്രുക്കളെ സ്വീകരിക്കാറില്ല. ക്രിസ്ത്യൻസ് എല്ലാം തമ്മിലടിച്ച് തന്നെയാണ്. എടുത്തു നോക്കിക്കോ, തമ്മിലടിക്കും. തമ്മിലടിക്കും. പുറത്തുനിന്നൊരു ശത്രു വന്ന് അടിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. പകരം നമ്മൾ തന്നെ അടിച്ച് നമ്മളെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വർഗമാണ് നമ്മൾ. അതുകൊണ്ട് ഈശോയുടെ സ്വഭാവം നമ്മൾ കാണിക്കേണ്ടത്, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ സഹോദരനെ സ്നേഹിക്കാൻ നിനക്ക് പറ്റും. മറ്റു വിശ്വാസികളെ എടുത്തു നോക്കിക്കോ, ഇതുപോലെ തന്നെ മറ്റു വിശ്വാസികളെ നിങ്ങൾ എടുത്തു നോക്കിക്കോ, ഇത് സമ്മതിക്കില്ല. മറ്റു വിശ്വാസ സമൂഹത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി, മറ്റൊരു മതസ്ഥൻ, എൻ്റെ സ്ഥലത്ത് കൊച്ചിയിൽ അവിടെ തോപ്പുംപടി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നിൽക്കുക. അപ്പോൾ എൻ്റെ കൂടെ വന്ന ആൾ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, അന്ന് ഞാൻ ശുശ്രൂഷയിലല്ല, ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റ് ഇടിച്ചു. ബസ്സിൽ നിന്ന് ഇറങ്ങി പോക്കറ്റിൽ നിന്ന് ഒരുത്തിൻ്റെ പേഴ്സ് എടുത്ത് ഓടി കയ്യോടെ പിടിച്ച് അവനെ ഇടിച്ച് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കാൻ മാറി നിൽക്കുക. കൂടെയുള്ള എല്ലാം കൂടെ അവനെ തല്ലി ഒരു വശത്താക്കി. അപ്പോൾ കുറച്ച് പേര് ഇങ്ങോട്ട് കയറി വന്നു. നിൻ്റെ പേരെന്താ? എൻ്റെ പേര് ഇന്നതാ. അപ്പോൾ അവർ തമ്മിൽ ഇങ്ങനെ നോക്കിയിട്ട്, ഇനി നീ മേലെ ഇത് കാണിച്ചിട്ട് കയറി വന്നാൽ അവനോട് 1-2 തട്ടും തട്ടി അവനെ വേഗം പറഞ്ഞു വിട്ടു. അവരുടെ വർഗത്തിൻ്റെ ആളാണ്. അവർ പ്രൊട്ടക്റ്റ് ചെയ്ത രീതി എന്താണെന്നറിയോ? അവർ പ്രൊട്ടക്റ്റ് ചെയ്ത രീതി, ആ പാപത്തിൽ അത്രയും വലിയ കുറ്റം ചെയ്ത് അവൻ നിൽക്കുമ്പോൾ അവൻ്റെ പേര് മനസ്സിലാക്കിയിട്ട് അവനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വരും. ഇനി വേറെ നിന്നിവിടെ കണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് 2 തട്ടും തട്ടി അവനെ വിട്ടു. നമ്മൾ നോക്കുമ്പോൾ എന്താ, ഇവരിടപെട്ട് പ്രശ്നം സോൾവ് ചെയ്തു? അല്ല, അവരുടെ ജാതിയുടെ കൂറ് ആ വ്യക്തിയോട് കാണിച്ച്. നേരെ മറിച്ച് ക്രിസ്ത്യാനിയാണെങ്കിലും നമ്മളും ചെന്ന് തല്ലും, നിന്ന് തല്ലും. നമ്മൾ ന്യായീകരിക്കുക, അവൻ ചെയ്ത തെറ്റിന് അവൻ കിട്ടണം. അല്ല, സംരക്ഷിക്കേണ്ടടുത്ത് നമ്മുടെ മക്കളെ, നമ്മുടെ സഭയുടെ അംഗങ്ങളെ സംരക്ഷിക്കാനുള്ള ചുമതല ഏത് പാപത്തിലാണെങ്കിലും നാറ്റിക്കാൻ ചെല്ലരുത്. ദൈവത്തെ ഓർത്ത് പാപത്തിൽ നിൽക്കുന്ന വ്യക്തികളെ നീതിയും പറഞ്ഞുകൊണ്ട് നാറ്റിക്കാൻ ചെല്ലരുത് ക്രിസ്ത്യാനി നീ. കാരണം നീ നിൻ്റെ അപ്പൻ്റെ സ്വഭാവം കാണിക്കണം. ഇവിടെ ശിമയോനെ പറ്റി പറയുന്നു, അവൻ ഇസ്രായേലിൻ്റെ നന്മ പ്രതീക്ഷിച്ചവനാ, ഇസ്രായേലിൻ്റെ സന്തോഷം പ്രതീക്ഷിച്ചവനാ. ഇതായിരിക്കണം ക്രിസ്ത്യാനിയുടെ സന്തോഷം. ജാതി എന്ന് പറയുന്നിടത്തല്ല, ക്രിസ്തുവിൻ്റെ സ്വഭാവം കാണിക്കണം, ക്രിസ്ത്യാനിറ്റി കാണിക്കണം. നമ്മളോട് കൂറ് കാണിക്കുക. ആദ്യം നമ്മളോട് കൂറ് കാണിച്ചിട്ട് മറ്റുള്ളവരുടെ അടുത്തേക്ക് പോയാൽ മതി. മറ്റാത്മാക്കളെ നേടാൻ നോക്കണ്ടെന്നല്ല, മറ്റാത്മാക്കളെ നേടാൻ നോക്കുമ്പോഴും നിന്റെ കൂടെയുള്ള സഹോദരനെ നെഞ്ചിൽ ചവിട്ടി മറ്റാത്മാക്കളെ നേടാൻ നോക്കരുത്. അത് ക്രിസ്തീയതയല്ല. നിങ്ങൾ ആദ്യം എൻ്റെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് പോ. ഈശോ പറഞ്ഞതാ. ഇസ്രായേൽ വംശത്തിലെ ആടുകളുടെ അടുത്തേക്ക് പോ. ഈശോ പറഞ്ഞതാ. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ. ഈശോ പറഞ്ഞതാ. പ്രിയപ്പെട്ട ദൈവജനമേ, മറക്കരുത്, അതിനകത്തൊരു സന്ദേശമുണ്ട്. ഈശോ പറഞ്ഞ ആ വചനത്തിനകത്തൊരു സന്ദേശമുണ്ട്. ക്രിസ്ത്യാനി, നീ കൂറ് കാണിക്കണം ക്രിസ്ത്യാനികളോട്. ക്രിസ്ത്യാനിയാണെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു ലെവൽ കൂടെ ഉണ്ട്. ലുത്തീനിയ പാടുമ്പോൾ, ലുത്തീനിയ നമ്മൾ ചൊല്ലുമ്പോൾ, ലുത്തീനിയ പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവ് എന്ന് പരിശുദ്ധ അമ്മയെ നമ്മൾ എടുത്ത് വാഴ്ത്തുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, എന്തുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയെ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ ലോകം മുഴുവൻ്റെ മാതാവാ, എന്നിട്ടും
അവിടെ ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവ് എന്ന് അമ്മയെപ്പോലും വിശേഷിപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും എന്താ ഇത് പറ്റാത്തേ? നമ്മളുടെ കൂട്ടത്തിൽ ഒരെണ്ണം വീണ് കിടക്കുകയാണെങ്കിൽ നമ്മൾ തിരിഞ്ഞു നോക്കത്തില്ല. നമ്മുടെ കൂട്ടത്തിൽ ഒരെണ്ണം തെറ്റ് ചെയ്താൽ കൂടെ നിന്ന് അതിനെ പരിഹസിക്കാനേ നമ്മൾ നോക്കിയിട്ടുള്ളൂ, സംരക്ഷിക്കാൻ നോക്കിയിട്ടില്ല, അതിനെതിരെ സംസാരിക്കാൻ നോക്കിയിട്ടില്ല, അതിനെതിരെ നമ്മൾ ചെന്ന് അതിനെ ഒഴിവാക്കാൻ നമ്മൾ നോക്കിയിട്ടില്ല. കാരണം നമ്മൾ ക്രിസ്ത്യാനിറ്റിയിലുള്ളവരല്ല. ഇങ്ങനെയുള്ള വ്യക്തികളിലും പ്രിയപ്പെട്ട ദൈവജനമേ, ശിമിയോനിലുണ്ടായിരുന്ന ആ ഒരു സ്വഭാവം, അവൻ ഇസ്രായേലിൻ്റെ നന്മ പ്രതീക്ഷിച്ചവനാ. അവൻ എന്ത് ലാഭം ഇസ്രായേലിന് നന്മ പ്രതീക്ഷിച്ചിട്ട്? അവൻ നീതിമാനായ പോലെ, അവൻ ദൈവഭക്തനായ പോലെ. അത് രണ്ടും അവൻ ആയതിനപ്പുറം അവന് കൊടുത്തൊരു വിശേഷണമാണ് ഇസ്രായേലിൻ്റെ നന്മ പ്രതീക്ഷിച്ചവൻ. നമ്മളിൽ ഇതില്ല. നമ്മൾ നീതിമാനാകാൻ ശ്രമിക്കും, നമ്മൾ നന്മ പ്രവർത്തിക്കാൻ ശ്രമിക്കും, കൂടുതൽ പ്രാർത്ഥിക്കാൻ ശ്രമിക്കും. പക്ഷേ ഇസ്രായേലിൻ്റെ നന്മ പ്രതീക്ഷിക്കുന്നില്ല. ജാതിക്കൂറ് കാണിക്കാനല്ല, പക്ഷേ ക്രിസ്ത്യാനി ആണോ ആ സമൂഹത്തിൽപ്പെട്ടവനെ നീ അംഗീകരിച്ചേ പറ്റുള്ളൂ. അവൻ്റെ കുറവുകളിൽ, അവൻ പാപത്തിലാണെങ്കിലും നീ മാറി നിന്ന് വിധിക്കരുത്, സംരക്ഷിക്കണം. അവൻ പാപത്തിലാണെങ്കിലും സംരക്ഷിക്കേണ്ട ബാധ്യത ക്രിസ്ത്യാനിക്കുണ്ട്. കാരണം അവൻ എൻ്റെ അപ്പൻ്റെ മകനാ. അത് കഴിഞ്ഞിട്ട് വിജാതിയുടെ അടുത്തേക്ക് ഓടിയാൽ മതി. പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞത് തന്നെയാണ്. ആദ്യം മക്കള് ഭക്ഷിച്ച് തൃപ്തരാകട്ടെ. നമ്മൾ പറയും അവളെ പരീക്ഷിക്കാൻ വേണ്ടി ഈശോ പറഞ്ഞു, ആയിക്കോട്ടെ. എന്നാലും ഈശോ പറഞ്ഞു ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകണം. അപ്പം മക്കൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കേണ്ട ഉത്തരവാദിത്വം ക്രിസ്ത്യാനി എനിക്കും നിങ്ങൾക്കും ഉണ്ട്. സംരക്ഷിക്കണം. നമ്മളുടെ കൂട്ടത്തിൽ ഒരെണ്ണം വഴി തെറ്റിയാൽ അതിനെ ചവിട്ടി തള്ളരുത് പ്രിയപ്പെട്ടവരെ. ആ വഴി തെറ്റി അതിനെ ചേർത്ത് പിടിച്ച് മുറിവ് വെച്ച് കെട്ടി അതിനെ സുഖപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ. അതാണ് നല്ല സമരിയക്കാരൻ എന്ന് പറയുന്നത്. അവിടെയും ഈശോ കാണിച്ചു തന്നു നല്ല സമരിയക്കാരൻ ആരാണെന്നുള്ളത്. പുരോഹിതൻ കടന്നുപോയി, ലേവായനും കടന്നുപോയി, തൊട്ടില്ല. ഇത് തന്നെയാണ് ഇന്ന് സഭയിൽ നടക്കുന്നത്. പുരോഹിതനും ലേവായനും കടന്നുപോയിട്ടും വീണ് കിടക്കുന്നതിനെ ഞാനും നിങ്ങളോ പുരോഹിതനും ലേവായനും, കാരണം ദൈവത്തെ അറിഞ്ഞവരാ, ദൈവത്തിന്റെ ബലി അർപ്പിക്കുന്ന ഞാനും നിങ്ങളും രാജകീയ പുരോഹിത ഗണം തന്നെയാണ്. അപ്പോ നമ്മൾ ഒരു ക്രിസ്ത്യാനി പാപത്തിൽ വീണ് കിടക്കുന്നു, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടു, എന്ത് ചെയ്താലും നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ? അതിനെതിരെ കല്ലെറിയാൻ നോക്കും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ചെയ്തത് എന്താ? വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടപ്പോ ഈശോ പറഞ്ഞോ ഞാൻ വിധിക്കാന്ന്? ഇല്ല, ഞാനും നിന്നെ വിധിക്കുന്നില്ല. പക്ഷെ എന്തിനാ ക്രിസ്ത്യാനി നീ വിധിക്കാൻ നിൽക്കണേ? നിന്റെ കൂട്ടത്തിൽ ഒരെണ്ണം വീഴുമ്പോൾ അതിനെ മുറിവ് വെച്ച് കെട്ടി തന്നോട് ചേർക്കാൻ ശ്രമിക്കേണ്ടതിന് പകരം ക്രിസ്ത്യാനിക്കെതിരെ കൊടി പിടിക്കുക. എന്നിട്ട് നമ്മൾ മാതാവിനോട് മാധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും, എൻ്റെ നിയോഗങ്ങളിൽ അമ്മ ഇടപെടണമെന്ന് പറഞ്ഞിട്ട്. ഇതല്ല ക്രിസ്ത്യാനിറ്റി. കർത്താവിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടോ നമ്മൾ നമ്മുടെ സ്വഭാവം കാണിക്കണം. ഇനിയെങ്കിലും കാണിച്ചില്ലെങ്കിൽ ഇനി എപ്പോൾ കാണിക്കാനാ? ഇനിയെങ്കിലും കാണിക്കണം പ്രിയപ്പെട്ടവരെ. നമുക്ക് വേണ്ടി ജീവിക്കേണ്ട കാലഘട്ടമാണിത്. നമുക്ക് വേണ്ടി ജീവിക്കണം, ആത്മാക്കളെ നേടണം, അതൊരു വശം. പക്ഷേ നമ്മളുടെ സഭയുടെ കെട്ടുറപ്പിന് വേണ്ടി നമ്മൾ നിലനിന്നില്ലെങ്കിൽ നാളെ അത് നമുക്ക് തന്നെ ദോഷം ചെയ്യും. നീ വീണ് കിടന്നാൽ നിന്നെ സഹായിക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ വരണമോ? പ്രിയപ്പെട്ടവരെ, ഒരെണ്ണം വീണ് കിടന്നാലും അതിനെ തള്ളിക്കളയല്ലേ. നിങ്ങളിൽ കുടുംബ പ്രശ്നം ഉണ്ടാകും. ചിലപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഡിവോഴ്സ്ഡ് ആയിരിക്കും. എങ്കിൽ പോലും മറ്റൊരുവൻ നിങ്ങളുടെ ഭർത്താവിനെ പറ്റി, ഭാര്യയെ പറ്റി കുറ്റം പറയാൻ കേട്ടുകൊണ്ട് നിൽക്കരുത്. എൻ്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ട്, വേറൊരാൾ വന്ന് എൻ്റെ കുടുംബത്തെ വിധിക്കുമ്പോൾ ഞാനും എൻ്റെ അമ്മയുമായിട്ട് പ്രശ്നമാണ്, ഞാനും എൻ്റെ അപ്പനുമായിട്ട് പ്രശ്നമാണ്, ഞാൻ എൻ്റെ പെങ്ങളായിട്ട് പ്രശ്നമാണ്, ഇത് വേറൊരാൾ വന്നിട്ട് മൂർച്ച കൂട്ടിത്തരാൻ സമ്മതിക്കരുത്. അവൻ നല്ലതാണെന്ന് തന്നെ പറയണം. നിങ്ങൾ തമ്മിൽ പ്രശ്നമാണോ? ആയിക്കോ. എന്നാൽ പോലും മൂന്നാമതൊരുവൻ വന്ന് നിൻ്റെ കുടുംബത്തെ വിധിക്കാൻ ഇടവരുത്തരുത്. പരിശുദ്ധ കുർബാനയെ വിധിക്കാൻ നാട്ടുകാർ വന്നതുപോലെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇട കൊടുക്കരുത്. നമ്മളുടെ കെട്ടുറപ്പെന്ന് പറയുന്ന സ്വഭാവം നമ്മൾ കാണിക്കണം. ക്രിസ്തീയത എന്ന് പറയുന്ന സ്വഭാവം കാണിക്കണം. ഈശോ എങ്ങനെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ സംരക്ഷിച്ചു? അവിടെ കർത്താവ് എന്ത് ഭംഗിയായിട്ടത് ഹാൻഡിൽ ചെയ്തു. എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ? വീണ് കിടക്കുന്നവരെ കുറേ എണ്ണം ഉണ്ട് നമ്മളുടെ കൂട്ടത്തിൽ. മുറിവ് വെച്ച് കെട്ടണം, കൊടിയും പിടിച്ച് പുറകെ ചെല്ലരുത്. ന്യായത്തിൻ്റെ കൂടെയും നീതിയുടെ കൂടെയും നിൽക്കരുത്, കരുണയുടെ കൂടെ നിൽക്കാൻ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. നീതിയുടെയും ന്യായത്തിൻ്റെയും കൂടെ നിന്നാൽ നമ്മൾ ആദ്യം താഴെ പോകണം. അതുകൊണ്ട് നീതിയുടെയും ന്യായത്തിൻ്റെയും കൂടെ നിൽക്കേണ്ട, യേശുവിൻ്റെ കരുണയുടെ കൂടെ നിൽക്കാൻ ഈശോ നമ്മളോട് പറയുന്നുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ,
ഹല്ലേലൂയ. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. 4-ാമത്തെ രഹസ്യമാണ് കർത്താവിൻ്റെ കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നത് വരെ മരിക്കുകയില്ല എന്ന് ഉള്ള പരിശുദ്ധാത്മാവിൻ്റെ സന്ദേശം സ്വയം ലഭിച്ച വ്യക്തി. പ്രിയപ്പെട്ട ദൈവജനമേ, ഇതാണ് ശിമയോൻ ഏറ്റവും വലിയ ഒരു അഭിഷേകം എന്ന് പറയുന്നത്. നമ്മൾ കാണേണ്ട അഭിഷേകം. ഈ അഭിഷേകത്തിലായിരുന്നപ്പോഴാണ് ശിമയോൻ കർത്താവിനെ കരങ്ങളിലെടുക്കാൻ ഭാഗ്യപ്പെട്ടവനായിട്ട് മാറ്റപ്പെട്ടത്. എന്തുകൊണ്ട്? പ്രവചനത്തെ സ്വീകരിച്ചു, വിശ്വസിച്ചു. എൻ്റെ കർത്താവ് എൻ്റെ ആവശ്യത്തിലുണ്ട്, ഞാൻ മരിക്കത്തില്ല. എൻ്റെ ദൈവം എനിക്ക് തരുന്ന ആശ്വാസം സ്വീകരിക്കാതെ ഞാൻ മരിക്കില്ല എന്നൊരുറപ്പ് ശിമയോന് ലഭിക്കാൻ കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, ഇവൻ ദൈവത്തെ കാണാതെ, കർത്താവിൻ്റെ പരിശുദ്ധനായവനെ ദർശിക്കാതെ, കരങ്ങളിലെടുക്കാതെ നീ മരിക്കില്ല. അവനോട് തന്നെ കൊടുത്ത വാഗ്ദാനം. ഈ ഒരു വാഗ്ദാനം നമുക്കുണ്ട്. ചില ക്ലേശങ്ങൾ, നിരാശകൾ പ്രിയപ്പെട്ട ദൈവജനമേ നമ്മുടെ കുടുംബത്തിൽ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് തന്നെയാവണം. എൻ്റെ കർത്താവുണ്ട്, ഞാൻ ഈ നിരാശയ്ക്ക് എന്നെ വിട്ടുകൊടുക്കില്ല, ഞാൻ ഈ എന്താ പറയുക പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയ്ക്ക് എന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ ഒരു ചെറിയൊരു ഭാഗം പറയാണ്. അതിൽ വൈഫ് ഇങ്ങനെ മരണാവസ്ഥയോട് മല്ലിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഡോക്ടേഴ്സ് വന്നു പറഞ്ഞൊരു കാര്യം. ആദ്യം പറഞ്ഞത് മരിച്ചു, വൈഫ് മരിച്ചു, ബോഡി കൊണ്ടുപോയിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഇതിങ്ങനെ മരിച്ചു, ബോഡി കൊണ്ടുപോയിക്കുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ കരയുകയോ മരിച്ചോ എന്ന് ചോദിക്കുകയോ ചെയ്തില്ല. അന്ന് അവിടെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ, ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്, അവൻ അവൾക്ക് ജീവൻ കൊടുക്കും. ഇത് ഞാൻ എങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. അന്ന് എനിക്കൊരു പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഇപ്പോൾ പറയാം, വേണമെങ്കിൽ ശുശ്രൂഷകനാണെന്ന് പറയാം. പക്ഷെ അന്ന് ഇതൊന്നുമില്ലാത്ത സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്, അവൻ അവൾക്ക് ജീവൻ കൊടുക്കും. മരിച്ചു കിടക്കുന്ന സമയത്താണ് പറയണത്. ഈ ഒരു മരണം സ്ഥിരീകരിക്കാൻ ഡോക്ടേഴ്സിന് ഏറ്റവും എളുപ്പമാണ്. അങ്ങനെയുള്ള ഡോക്ടേഴ്സിൻ്റെ മുഖത്ത് നോക്കി അതിൻ്റെ 10-1 വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഞാൻ പറയാം, അവള് ജീവിക്കും, കാരണം ഞാൻ വിശ്വസിക്കുന്ന ദൈവം അവൾക്ക് ജീവൻ കൊടുക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, അവൾക്ക് ജീവൻ കൊടുത്തു ദൈവം. പക്ഷെ അന്ന് എന്നെ അങ്ങനെ പറയാൻ, അന്ന് എനിക്ക് വേണമെങ്കിൽ അവൾ മരിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് ആ നിരാശയിലേക്ക് പോയി, ആ പടുകുഴിയിലേക്ക് എനിക്ക് വീണ് എൻ്റെ ജീവിതത്തെ എനിക്ക് അവസാനിപ്പിക്കാം. പക്ഷേ അന്ന് എൻ്റെ ഈശോ എനിക്ക് ആ പ്രത്യാശ തന്നത് എന്താണെന്നറിയോ? എൻ്റെ ഉള്ളിൽ ഒരു പ്രവചനത്തിൻ്റെ ദൂത് കിടക്കുന്നുണ്ടായിരുന്നു. അതായത് ഇവളുടെ ഈ അവസ്ഥ ഇത്രയും വേഴ്സായ സമയത്ത് ഒരു ബ്രദറിനെ ഞാൻ കണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, അവള് മരിച്ച് പെട്ടിയിൽ കിടക്കുന്ന ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു. അവൾ മരിച്ച് പെട്ടിയിൽ കിടക്കുന്നത്, നീ അവളുടെ അരികത്ത് നിന്ന് ഭാര്യയുടെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ബ്രദർ പറഞ്ഞ മറുപടിയാ, അവൾ മരിച്ച് പെട്ടിയിൽ കിടക്കുന്നതാണ് കാണുന്നത്, നീ അവളുടെ അരികത്ത് നിന്ന് കരയുന്നത് ഞാൻ കാണുന്നുണ്ട്, ഈശോ എനിക്ക് കാണിച്ചു തരുന്നുണ്ട് മോനെ എന്ന് പറഞ്ഞു. പക്ഷേ ഒരു പ്രതീക്ഷയ്ക്ക് വക കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നിർത്തി. ആ ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല, ആ ഒരു 1%, അതാണ് എനിക്ക് ധൈര്യം തന്നത്. ഞാൻ ആ ബാക്കിയുള്ള 99 ഞാൻ വിട്ടു, ആ 1% ഞാൻ എടുത്തു. ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, അതിൽ പിടിച്ചായിരുന്നു പിന്നീട് അങ്ങോട്ട് ഇവൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥന തുടങ്ങിയത്. അതിൽ പിടിച്ചു തുടങ്ങിയ പ്രാർത്ഥനയിൽ ഡോക്ടർ പറഞ്ഞു മരിച്ചെന്ന് പറഞ്ഞപ്പോഴും ആ 1% ആണ് എന്നെ ശക്തിപ്പെടുത്തിയ ഘടകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ 1% ആണ് എന്നെ ശക്തിപ്പെടുത്തിയ ഘടകം. അപ്പോൾ ആ 1% പ്രവചനത്തിൻ്റെ ദൂത് ഇതിനകത്ത് കിടക്കുന്നത് കൊണ്ട് നിരാശ എന്നെ ഭരിച്ചില്ലെന്ന്. ആ നിരാശ എന്നിൽ വരാൻ എൻ്റെ ദൈവം എന്നെ അനുവദിച്ചില്ല. ആ 1%-ൽ നിന്ന് പറഞ്ഞു, ഇവൾക്ക് ജീവൻ കൊടുക്കാൻ എൻ്റെ കർത്താവ് മതിയായവനാ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നിന്ന് കർത്താവ് ജീവൻ കൊടുത്ത് പുറത്തു കൊണ്ടുവന്നോളെ. ആ 1%. പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് തന്നെ നിങ്ങളോടും ദൈവം പറഞ്ഞിട്ടുണ്ട്. പല ശുശ്രൂഷകരിലൂടെ, പല പ്രവചന ദൂതിലൂടെ ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇത് സംഭവിക്കും, ഇതിങ്ങനെ വരുള്ളൂ, നീ നിരാശപ്പെടരുത് എന്ന് ആരിലൂടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ 1% കയറി പിടിച്ചാൽ നിന്റെ 99% നിരാശകളെ നിനക്ക് എഴുതിത്തള്ളാൻ പറ്റും.
എഴുതി തള്ളാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ 99 പുറകെ പോകരുത്. ക്രിസ്തു പോയ പോലെ 1 പുറകെ പോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ എല്ലാ വഴികളും 99% വഴികളും നിനക്കെതിരെ അടഞ്ഞു കിടക്കുക. പക്ഷേ ദൈവം എന്ന് പറയുന്ന ഒരു സാധ്യത നിന്റെ മുന്നിലുണ്ടെങ്കിൽ അടഞ്ഞു കിടക്കുന്ന 99 വഴികൾ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി തുറന്നു തരും. അതാണ് ശിമോനെ പറ്റി പറയുന്നത്. അവനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ട്, നീ രക്ഷകനെ കാണുന്നത് വരെ മരിക്കില്ല. രക്ഷകനെ കാണുന്നത് വരെ നീ മരിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, മറ്റ് എന്ത് കിട്ടുന്നതിനേക്കാൾ ഏറ്റവും വലിയ ഓഫറാണത്. ഏത് കിട്ടുന്നതിനേക്കാളും വലിയ ഓഫറാണ് ആയുസ് നീട്ടി കിട്ടുക. ആയുസ് നീട്ടി കിട്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാനല്ല, എനിക്ക് കുറെ നാൾ ജീവിച്ച് സുഖിക്കാനല്ല, മറിച്ച് പ്രസാദപരത്തിലായിരിക്കാനായിട്ട് എനിക്ക് കുറച്ച് ദിവസം കൂടെ കിട്ടി. പാപങ്ങളെക്കുറിച്ച് അനുതപിക്കാൻ എനിക്ക് കുറച്ച് ദിവസം കൂടെ കിട്ടി. ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ കാലയളവുകൾ കുറച്ച് എനിക്ക് വീണ്ടും ദിവസങ്ങൾ അനുവദിക്കുകയാണ് എൻ്റെ ആയുസ് നീട്ടി കിട്ടുമ്പോൾ എനിക്ക് കിട്ടുന്ന ബോണസ്. അല്ലാതെ എൻ്റെ ആയുസ് നീട്ടിക്കിട്ടി എനിക്ക് കുറേ നാൾ കൂടെ ഇവിടെ എൻജോയ് ചെയ്യാനല്ല, മറിച്ച് എൻ്റെ ആത്മാവിൻ്റെ യാത്ര ആരംഭിക്കുന്നത് എൻ്റെ മരണത്തോടു കൂടെയാണ്. എൻ്റെ മരണത്തോടു കൂടെ എൻ്റെ ആത്മാവിൻ്റെ യാത്ര ആരംഭിക്കുകയാണെങ്കിൽ ആ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള എനർജി, ഫ്യൂവല് കണ്ടെത്താൻ ഈ ലോകത്തിലുള്ള എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് സാധിക്കണം. അതിനുവേണ്ടി ദൈവം എനിക്ക് ആയുസ് കൽപ്പിച്ച് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തുകൊണ്ട് അത് സ്വീകരിച്ചുകൂടാ? അഭിഷേകത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ചില പ്രവചന ദൂതുകളുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ രജിസ്റ്റർ ചെയ്തിടണം. നിങ്ങളെ നിരാശപ്പെടുത്തുമ്പോൾ ആദ്യം ഇത് വരണം. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തി നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ഉള്ളിൽ ഉണ്ടാവണം. ഹല്ലേലൂയാ, അഭിഷേകത്തോടെ ഹല്ലേലൂയാ. ഏത് നിരാശയിൽ നിന്നും കർത്താവിൻ്റെ ഒരരുളപ്പാട് മതി നിന്നെ പുറത്തു കൊണ്ടുവരാൻ. ദൈവത്തിൻ്റെ ഒരരുളപ്പാട് മതി നിന്റെ നാട്ടിൽ നിന്ന്, ലോകത്തിൽ നിന്ന് നിന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന 99 നാവുകളെ നിനക്ക് ബന്ധിക്കാൻ പറ്റും. നിന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, നിന്നെ പാപത്തിൽ അകപ്പെടുത്താൻ, ഭയപ്പെടുത്താൻ ശ്രമിക്കുന്ന 99 നാവുകളെ ഖണ്ഡിക്കാൻ കർത്താവിൻ്റെ ഒരു അരുളപ്പാട് മതി നിന്റെ ജീവിതത്തിൽ. അത് കിട്ടാത്തവരായിട്ട് ഈ കൂട്ടത്തിൽ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈശോ ഉണ്ട് നിങ്ങളുടെ കൂടെ, അതല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കില്ല. കർത്താവുണ്ട് നിങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കില്ല. ഹല്ലേലൂയാ, അഭിഷേകത്തോടെ ഹല്ലേലൂയാ, പ്രത്യാശയോടെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. പ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവിനെ ദേവാലയത്തിൽ കൊണ്ടുചെല്ലുക. പ്രിയപ്പെട്ട ദൈവജനമേ, 8-ാം ദിവസം ക്രിസ്തുവുമായിട്ട് ദേവാലയത്തിൽ പരിശുദ്ധമ്മയും വിശുദ്ധ യൗസേപ്പും കടന്നു ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ശിമയോൻ അവിടെ എത്തി. എവിടെ എത്തി? ദൈവാലയത്തിലെത്തി. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ശിമയോൻ ദേവാലയത്തിലെത്തി. ദൈവത്തിൻ്റെ ദൂത്, ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ ആശ്വാസം നിനക്ക് കടന്നു ചെല്ലാൻ ഏറ്റവും ബെസ്റ്റ് ആളൊഴിഞ്ഞ ദൈവാലയങ്ങളാണ്. ആളൊഴിഞ്ഞ ദൈവാലയങ്ങളുണ്ടോ, നീ അവിടെ ചെന്നിരിക്കണം. നിൻ്റെ സങ്കടങ്ങൾ ഇറക്കി വയ്ക്കാൻ അതിലും ബെസ്റ്റായിട്ടുള്ളൊരു സ്ഥലമില്ല. അവിടെ നീ ചെന്ന് സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ മാലാഖമാര് അവിടെ ഉണ്ടാകും. ഒരു തവണ ഞാൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ, എറണാകുളത്ത് ഉള്ള ഒരു പള്ളിയിൽ ആരുമില്ല, അവിടെ ഒഴിഞ്ഞു കിടക്കുക. അപ്പോൾ ഞാൻ ഈ പള്ളിയിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കാം, സ്വസ്ഥമായിട്ടിരിക്കാമെന്ന് വിചാരിച്ച് അവിടെ ചെല്ലുമ്പോൾ ഒരു ബെഞ്ചിൽ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. ആ ബെഞ്ചിൽ ഒരു സ്ത്രീ ഒരു ദൂരെ മാറിയിരിക്കും. ഞാൻ ഈ അറ്റത്ത് ആണുങ്ങളുടെ ആ റോയിൽ ഞാൻ അവിടെ ഇരുന്ന് മുട്ടുമേ നിന്ന് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുക. കൊന്തയിൽ കൈ വിരിച്ച് പിടിച്ച് നിന്ന് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുക. ആരുമില്ല പള്ളിയിൽ, ആ ഒരു മനുഷ്യനുമില്ല, പുറത്തും ആരുമില്ല. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് എത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു ദേവാലയവും അല്ല, സാധാരണ ഒരു പള്ളിയാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോ പറയാണ്, നീ ആ സ്ത്രീയുടെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ കൊന്ത ചൊല്ലി ആ ഒരു കൊന്ത കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ പതുക്കെ നടന്ന് ആ സ്ത്രീയുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ പുറയിലത്തെ ചേറിലിരുന്ന്, അവർ എന്നെ കണ്ടിട്ടില്ല, അവരുടെ പുറയിൽ ചേർന്ന് ഞാനിങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഇവരെ പറ്റി കർത്താവിനെ എന്നോട് സംസാരിക്കും, പരിശുദ്ധാത്മാവേ വെളിപ്പെടുത്തണമേ എന്ന് പറഞ്ഞപ്പോൾ ഇവർ എന്ത് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അത് കർത്താവ് കാണിച്ചു തന്നു. ആ നിയോഗം അവരുടെ മകളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടൊരു നിയോഗമായിരുന്നു. അപ്പോൾ ഞാൻ പുറയിൽ ചെന്നിരുന്നിട്ട് എൻ്റെ അമ്മയോട്, എൻ്റെ അമ്മയേക്കാൾ പ്രായമുണ്ട് ആ സ്ത്രീക്ക്,
ഞാനിവിടെ തോളിൽ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, അമ്മ വിഷമിക്കേണ്ട, അമ്മയുടെ മകളുടെ വിവാഹം ഈശോ ഇത്ര ദിവസത്തിനുള്ളിൽ, ഏതോ ഒരു 1.5 വർഷം മറ്റോ ആണ് എനിക്ക് വെളിപ്പെട്ട് കിട്ടിയത്, ഇത്ര നാളിനുള്ളിൽ ഈശോ അമ്മയുടെ മകളുടെ വിവാഹം നടക്കും, ഇന്ന പേരുള്ളൊരു വ്യക്തിയായിരിക്കും അതിന് വേണ്ടിയിട്ട് അമ്മയ്ക്ക് ഫണ്ട് തരുന്നത് എന്ന് ഈശോ പറയുന്നു എന്ന് പറഞ്ഞു. ഈ സ്ത്രീ അവിടെ നിന്ന് അലമുറയിട്ട് കരയാൻ തുടങ്ങി. ആമേൻ, ഹല്ലേലൂയാ. ഈ സ്ത്രീ അവിടെ നിന്ന് അലമുറയിട്ട് കരയുക. കാരണം എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച് തമ്പുരാൻ്റെ മുമ്പിൽ വന്നിരിക്കുക. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച് ഒരു സ്ഥലത്തു നിന്ന് ഒരു വാതിലും തുറക്കാനില്ലാതെ ഈശോയുടെ മുമ്പിൽ ഇരുന്നപ്പോൾ എന്നെ കർത്താവാ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി. എനിക്ക് അവിടെ കയറേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ അവിടെ എത്തിയപ്പോൾ ബൈക്ക് അറിയാതെ അങ്ങോട്ട് തിരിഞ്ഞു, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവ് നമ്മളെ നയിക്കും. നമ്മളിൽ പരിശുദ്ധാത്മാവുണ്ടോ, ഈശോ നമ്മളെ നയിക്കുന്നത് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനാണ്. നിന്റെ ഉള്ളിലുള്ള ദൈവത്വം നിനക്ക് ആശ്വാസം കിട്ടാനുള്ളതല്ല. നിന്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നീ ആശ്വാസം തേടി ഇങ്ങനെ അലഞ്ഞു നടക്കല്ലേ. നിന്റെ ഉള്ളിൽ ദൈവത്വം ഉണ്ടെങ്കിൽ അത് അനേകർക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടി ദൈവം നിന്നെ ഏൽപ്പിച്ചതാ. പക്ഷെ ഇപ്പോഴും നമ്മൾ അങ്ങനെയല്ല. എന്നെ ആശ്വസിപ്പിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ഈ പിച്ച ചട്ടി എടുത്തുകൊണ്ട് നടക്കുക. നാണയില്ലേ നിങ്ങൾക്ക്? നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിട്ട് പോലും നമ്മളിങ്ങനെ ആശ്വാസം തേടി നടക്കുക. മറ്റുള്ളവർ നമ്മളെ ആശ്വസിപ്പിക്കുന്നില്ലല്ലോ. അല്ല, നീ ക്രിസ്ത്യാനിയാ, നീ ആശ്വസിപ്പിക്കപ്പെടേണ്ടവനല്ല, ആശ്വാസം കൊടുക്കേണ്ടവനാ. നിന്നിലുള്ള ദൈവത്വം നീ എല്ലായിടത്തു നിന്ന്, എല്ലാ ധ്യാന കേന്ദ്രത്തിലും ചെന്ന് നീ പറയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എൻ്റെ ഈ ഒരു ആവശ്യത്തിന് പ്രാർത്ഥിക്കുക. അല്ല, ക്രിസ്ത്യാനിയാ നീ ആശ്വസിക്കാൻ നിൽക്കേണ്ടവനല്ല, ആശ്വസിപ്പിക്കാൻ ചെല്ലേണ്ടവനാ. അതല്ലാതെ എല്ലായിടത്തും ചെന്ന് നിന്റെ നിയോഗം പറഞ്ഞ് നിന്റെ നിലവാരത്തെ ഇടിച്ചു താത്തരുത്. ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു നിലവാരമുണ്ട് നമുക്ക്, അതിനെ ഇടിച്ച് താഴെ ഇടാൻ സമ്മതിക്കരുത്. പ്രാർത്ഥനയുടെ നിലവാരത്തെ തെണ്ടി നടക്കരുത്. പ്രാർത്ഥന ചോദിച്ച് ക്രിസ്തു താണു പോകും. പ്രിയപ്പെട്ടവരെ, അവനെ നീ വലിച്ച് താഴെയിടുക. അവന് ശക്തിയില്ല എന്ന് നീ വിളിച്ചു പറയുകയാണ്. എല്ലായിടത്തും ചെന്ന് എനിക്ക് ഈ അവസ്ഥയാണ് എന്ന് ചെന്ന് പറയുമ്പോൾ നിന്റെ ക്രിസ്തു ആരായി? നീ എന്ത് ക്രിസ്ത്യാനിയാ? എവിടെയാ നിന്റെ ക്രിസ്ത്യാനിറ്റി ഇരിക്കുന്നത്? അല്ല,